ഓണമൊക്കെ അല്ലേ, വറുത്തതും പൊരിച്ചതുമൊക്കെ പ്രേക്ഷകർ ആവശ്യത്തിന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് ലാലേട്ടൻ കുറച്ച് കണ്ടസ്റ്റൻസിനെ എടുത്ത് നല്ലോണം ഒന്ന് വറുത്ത് പൊരിച്ചെടുത്ത ഒരു ദിവസമാണ് ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 7ൻ്റെ ഡേ 35 എന്ന് പറയുന്നത്. ലാലേട്ടൻ റോസ്റ്റ് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ മസാല ഇട്ട് കൊടുത്ത് അതിനെ സഹായിക്കുന്ന അക്ബറിനെ നമുക്ക് കാണാൻ പറ്റും, ഒനീലിനെ നമുക്ക് കാണാൻ പറ്റും, ആദിലെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അടുക്കി പിടിച്ച കുറച്ച് അനുമോൾ വിശേഷങ്ങൾ കൂടി നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ആദ്യം പക്ഷേ ഒരു കുഞ്ഞു കാര്യം ഒന്ന് മെൻഷൻ ചെയ്തിട്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. പണിപ്പുര ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രീസ് അവർ ഈ പണിപ്പുര ടാസ്കിൽ പങ്കെടുത്ത സമയത്ത് നമ്മുടെ ജിഷിൻ കുറച്ച് സാധനങ്ങൾ കിട്ടി, പക്ഷേ ഞാനത് കൊണ്ടുവന്നതാണ്, എനിക്കത് കൊണ്ടുപോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച സമയത്ത് അക്ബർ അതിൽ ചില സാധനങ്ങളെടുത്ത് പണിപ്പുരയിലേക്ക് തിരിച്ച് എറിയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ജിഷിൻ എടുത്തിട്ടുള്ള സാധനങ്ങൾ അത് ആക്ച്വലി ജിഷിൻ പരാജയപ്പെട്ട പരിപാടി തന്നെയാണ് എന്ന് വിഷ്വൽ കാണിച്ച് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അക്ബറിനെ കൊണ്ട് ജിഷിന് ഒരു ഗിഫ്റ്റ് കൊടുപ്പിക്കുന്നുണ്ട്. ആ ഗിഫ്റ്റ് തുറന്നു നോക്കുന്ന ജിഷിൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അതൊരു ടീഷർട്ടാണ്, അതിൽ സ്നേഹപൂർവ്വം ലാലേട്ടൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജിഷിൻ അത് ഭയങ്കര ഹാപ്പി ആയിട്ട് അകത്തൊക്കെ കൊണ്ട് വെച്ചിട്ട് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ചില്ലിട്ട് വെക്കും എന്നൊക്കെയുള്ള ആ സന്തോഷ പ്രകടനമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ആ ഗിഫ്റ്റ് കിട്ടിയ ജിഷിൻ അത് ഒരിക്കൽ പോലും ആലോചിച്ചില്ല എന്തിനാണ് ലാലേട്ടൻ ഒപ്പിട്ടിട്ടുള്ള അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഓട്ടോഗ്രാഫുള്ള ഒരു ടീഷർട്ട് തന്നതെന്ന്. കാരണം അക്ബർ വലിച്ചെറിഞ്ഞത് ജിഷിൻ്റെ പേഴ്സണൽ സാധനമാണ്. ആ പേഴ്സണൽ സാധനത്തിൻ്റെ വാല്യൂ ഇവർക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോശം വാക്കുകൾ ഉപയോഗിച്ചു. അച്ചുവീട് എന്നൊക്കെ പറയുന്നത് തനി സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഡയലോഗാണ്. പിന്നീട് ലക്ഷ്മി അക്ബറിനെ കുറിച്ച് പറയുന്നത് സ്ത്രീവിരുദ്ധ ഡയലോഗുകൾ പറയുന്നത് കൊണ്ട് കൂടെ ഇരിക്കാൻ അറപ്പാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതേ ലക്ഷ്മി ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ജിഷിനോടൊപ്പമാണ്. അച്ചുവീട് എന്ന് പറയുന്നത് വളരെ സ്ത്രീവിരുദ്ധമായിട്ടുള്ളൊരു പരാമർശം തന്നെയാണ്. എന്തായാലും ഈ പറയുന്ന പരാമർശങ്ങൾ നടത്തിയതൊക്കെ തെറ്റാണ് എന്ന് പറയുമ്പോൾ പോലും ലാലേട്ടൻ താൻ ഒപ്പിട്ട ഒരു സാധനമാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. വൈ? അതിൻ്റെ ഉത്തരം തലേ ദിവസമാണുള്ളത്. ആര്യനും ജിസയിലും ഉൾപ്പെടുന്ന വിഷയത്തിനെ അനുമോൾ ഒരു സദാചാര പോലീസ് വിഷയമാക്കി മാറ്റി അതിനെ വളരെ മോശം രീതിയിൽ ഡീൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകളെയൊക്കെ എണീപ്പിച്ച് നിർത്തി ലാലേട്ടൻ ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അനുമോളുണ്ട്, മസ്താനിയുണ്ട്, അതുപോലെ തന്നെ ജിഷിനുണ്ട്. ഇവരൊക്കെ അതിലെ നൂറെ അടക്കം ലാലേട്ടൻ എണീറ്റ് നിർത്തി ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കൂട്ടത്തിൽ ഒരേ ഒരാൾ മാത്രമാണ് ലാലേട്ട എനിക്കെൻ്റെ തെറ്റ് മനസ്സിലാവുന്നുണ്ട്, ആര്യനോടും ജിസയിലിനോടും പ്രേക്ഷകരോടും ഹൗസിലുള്ള മറ്റെല്ലാവരോടും ലാലേട്ടനോടും ബിഗ് ബോസിനോടും മാപ്പ് പറയുന്നു എന്ന് അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ അപ്പോളജൈസ് ചെയ്ത ഒരേ ഒരാൾ ജിഷിനാണ്. ആ ആക്ടിനുള്ള സമ്മാനമായിട്ടാണ് ജിഷിൻ ആക്ച്വലി ഇങ്ങനൊരു ഡ്രസ്സ് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അല്ലെങ്കിൽ ജിഷിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സണൽ തിങ്സ് എറിഞ്ഞതിൻ്റെ വിഷമമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പേഴ്സണൽ തിങ്സ് ഞങ്ങൾ തന്നേക്കാം, 1-2 സാധനങ്ങൾ അങ്ങ് കൊടുത്തു വിട്ടാൽ മതി. ഇനിയിപ്പോൾ അങ്ങനെ കൊടുത്ത് സെറ്റിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊരു ഗെയിമിൻ്റെ ഭാഗമായി അപ്പോൾ സംഭവിച്ചു, ഇനി ആവർത്തിക്കില്ല എന്ന് അക്ബറിനെ കൊണ്ട് പറയിപ്പിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് ജിഷിൻ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കേണ്ട കാര്യമൊന്നും അവിടെ സംഭവിച്ചില്ല, ആ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിൽ സംഭവിച്ചില്ല. പക്ഷേ തലേ ദിവസം ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ് ജിഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാൻ ആലോചിച്ചത് ആ ഹൗസിലുള്ള ഒരാൾക്കും അത് മനസ്സിലായിട്ടില്ല, ജിഷിനും അത് മനസ്സിലായിട്ടില്ല. ജിഷിനൊരു സമ്മാനം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അത് എന്തിന് കിട്ടി? താൻ തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറഞ്ഞ് തിരുത്താൻ തയ്യാറാവുന്നതിന് ലാലേട്ടൻ തന്ന സമ്മാനമാണെന്നുള്ളത് ലാലേട്ടനെങ്കിലും പറഞ്ഞു കൊടുക്കാമായിരുന്നു. പിന്നെ ഫുഡ് നമുക്ക് വാരി വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ ചവച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ. അവരെപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിക്കാം. അതുപോലെ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും സ്വാദിഷ്ടമായി ലാലേട്ടൻ വറുത്തു കോരി എടുത്ത വിഭവം എന്ന് പറയുന്നത് ലക്ഷ്മി വറുത്തതാണ്. പക്ഷേ വറുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മി വേറൊരു എക്സ്ട്രാ ഏണിയും കൂടി പിടിച്ച് വീണ്ടും ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ലക്ഷ്മി ആദ്യം തന്നെ തൻ്റെ ആക്രമണം അഴിച്ചുവിടുന്നത് അക്ബറിന് നേരെയാണ്. ഇവിടെയുള്ള ഗ്രൂപ്പ് പരിപാടികൾ അവർ ഞങ്ങൾ എന്ന് പറയുന്ന ഒരു ബോർഡർ മാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്ബറിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുകയാണ്. സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ ഉണ്ടാവുന്നു, നാൽക്കവല വർത്തമാനങ്ങൾ പറയുന്നു, പാട്ട് പാടുന്ന, ഭക്ഷണം കഴിക്കുന്ന, ഒരു വായിന്ന് വരുന്ന വർത്തമാനങ്ങളൊന്നും അല്ല അക്ബറിൻ്റെ വായിന്ന് വരുന്നത് എന്നുള്ള കാര്യം പറയുന്നു. സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ പിന്നീട് ഒപ്പം ഇരിക്കാൻ അറപ്പ് തോന്നി, അതുകൊണ്ട് ക്യാപ്റ്റൻ ആവണ്ട എന്ന് തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. അതായത് അക്ബർ ഈ ഒരു ബിഗ് ബോസ് സീസൺ കഴിയുന്നത് വരെ ക്യാപ്റ്റൻസി ടാസ്കിൽ പുള്ളിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. പുള്ളിക്ക് അതിനുള്ള അവകാശം വൈൽഡ് കാർഡ് എൻട്രീസ് എല്ലാവരും കൂടി ഇല്ലാതാക്കി. അപ്പോൾ അതിനുള്ള കാരണങ്ങളാണ് അക്ബറിനോട് പറയുന്നത്. ആ സമയത്ത് അക്ബർ ആക്ച്വലി വറുത്ത് കോരിയെടുക്കാൻ തയ്യാറായി നിന്ന ലാലേട്ടനെ നോക്കി എൻ്റെ കയ്യിൽ ഇത്രയും മസാലയുണ്ട് ലാലേട്ട എന്ന് പറഞ്ഞ് ആ മസാലയൊക്കെ ലാലേട്ടന് കൊടുത്തു. ഫസ്റ്റ് എൻ്റെ മാന്യതയുടെ കാര്യം, അതായത് അക്ബറിൻ്റെ മാന്യതയുടെ കാര്യം അക്ബർ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അനീഷിൻ്റെ പേഴ്സണൽ ലൈഫ് വരെ എടുത്തിടുന്ന ആളാണ് എന്നെ മാന്യത പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഇതിലെന്താണെന്നറിയോ, അക്ബറിൻ്റെ സംസാരം മുഴുവൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞു പോകുന്ന ഒരാഴ്ച ഇവരുടെ ഓരോരുത്തരുടെയും വായിൽ നിന്ന് വന്ന ഓരോ വാചകങ്ങളും ഇവർ ഓരോ സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്തതും അക്ബർ എന്തൊക്കെയാണ് ചെയ്തതെന്നും അക്ബറിന് കൃത്യമായ ധാരണയുണ്ട്. കൃത്യമായി ഓർത്ത് വെച്ച് പ്രിപ്പയർഡായിട്ട് അയാൾ ഇന്നത്തെ ദിവസം പെർഫോം ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനൊരു ഒരു പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷനോ ഇതിനു മുമ്പ് നമ്മൾ കാണുന്നത് അനീഷിൻ്റെ ഭാഗത്തു നിന്നാണ്. ആ റേഞ്ചിലേക്ക് അക്ബർ
അക്ബറിൻ്റെ ഒരു ഗംഭീര റേഞ്ചിലേക്ക് അക്ബർ എത്തി എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത. അനീഷിൻ്റെ പേഴ്സണൽ ലൈഫൊക്കെ എടുത്തിടുന്ന ആളാണ് എന്നെ മാന്യത പഠിപ്പിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞ ശേഷം അതാണ് ലാലേട്ടൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് അക്ബർ പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ അതേ ലാഘവത്തോടു കൂടി തള്ളിക്കളയാണ്. ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്ന് എനിക്കറിയാം, അർഹിക്കുന്നതല്ലേ കൊടുക്കാൻ പറ്റൂ ലാലേട്ട എന്നാണ് പറഞ്ഞത്. അതായത് ലക്ഷ്മി ആണെങ്കിലും മസ്താനി ആണെങ്കിലും ഈ വൈൽഡ് കാർഡ് എൻട്രീസൊക്കെ എന്തൊക്കെയാണോ സംസാരിക്കുന്നത്, എന്തൊക്കെയാണോ ചെയ്യുന്നത്, അതിനുള്ളതൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഭക്ഷണം കഴിക്കുന്ന വായി കൂടിയാണ് ഞാൻ ഈ പറയുന്നത്, അതെനിക്കറിയാം, അത് ഈ കാണുന്ന പ്രേക്ഷകർക്കും അറിയാം. അക്ബറിൻ്റെ ഭാഗത്തു നിന്ന് വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ രേണു സുധിയെക്കുറിച്ച് അവരെ ആദ്യം സെപ്റ്റി ടാങ്ക് എന്ന് അഭിസംബോധന ചെയ്തപ്പോൾ മുതൽ അക്ബറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെക്കുറിച്ച് നമ്മളും എണ്ണി പറഞ്ഞിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്, ലാലേട്ടനെടുത്ത് ഏറെ കയറ്റി വിട്ടിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം അക്ബറിൽ വലിയൊരു ചേഞ്ച് കാണാനുണ്ട്. ആ ചേഞ്ചിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താണെന്നറിയോ? രേണു സുധിയെക്കുറിച്ച് അക്ബർ ഈ ഒരു ദിവസം സംസാരിക്കുന്നതാണ്. രേണു സുധിച്ചേട്ടൻ എന്ന് സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ മസ്താനി അതിനെ വിധവാ കാർഡ് ഇറക്കല്ലേ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അക്ബർ അതിനെക്കുറിച്ച് രേണു സുധി ഗെയിമിൽ നിന്ന് പുറത്തായതിനു ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. രേണു പറഞ്ഞത് വിധവാ കാർഡ് ഇറക്കലല്ല, ഏറ്റവും മാന്യമായി പറഞ്ഞൊരു കാര്യം അതാണ്. പറഞ്ഞത് എന്താണെന്ന് പോലും കേൾക്കാതെ വിധവാ കാർഡ് ഇറക്കരുത് എന്ന് മസ്താനി റിപ്ലൈ ആയിട്ട് പറഞ്ഞത്. പിന്നെയും വളരെ പോസിറ്റീവായിട്ടാണ് രേണു സുധിയെക്കുറിച്ച് പറയുന്നത്. അന്ന് എൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു പ്രയോഗം വന്നുപോയി, അതിനുശേഷം ഞാൻ രേണുവായിട്ട് കൂടുതൽ അടുത്തു, കൂടുതൽ മനസ്സിലാക്കി എന്ന് പറയുന്നു. ടാസ്കിൻ്റെ ഭാഗമായിട്ട് രേണു സുധിയിൽ നിന്നൊരു ഉഴപ്പിൻ്റെ സമീപനമാണ് ഉണ്ടായത്. തൊപ്പി ടാസ്ക് വന്ന സമയത്ത് അയ്യോ എൻ്റെ മക്കളെ എനിക്കിതൊന്നും വയ്യ എന്ന് പറഞ്ഞ് രേണു സുധി മാറിയിരുന്നു എന്ന് പറയുന്ന കാര്യം പറയുമ്പോഴും അക്ബർ അതിനെ അവരൊരു മോശം ഗെയിമറായിരുന്നു, അവരാണത് തോപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ബ്ലെയിമിങ് അല്ല പറയുന്നത്. രേണു സുധിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഗെയിം കളിക്കണം എന്നുള്ള ആ ഒരു വാശിപ്പുറത്ത് തന്നെ കളിക്കുകയാണ് ചെയ്തത്. അതായത് രേണുവിനെ പിന്നീട് ഇങ്ങോട്ട് എങ്ങനെയാണ് അക്ബർ മെൻഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് രേണു സുധിയുടെ പേര് പറയുമ്പോൾ അയാൾ കൊടുക്കുന്നൊരു ആ പേര് പറയുന്നതിലെ റെസ്പെക്റ്റിൽ നമുക്ക് മനസ്സിലാവും. എടി, പോടി, പോടാ, ആവശ്യമില്ലാത്ത തെറിവാക്കുകളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹൗസിൽ അതിൻ്റെ തുടക്കകാലത്ത് വളരെ മോശം പദപ്രയോഗങ്ങളും വളരെ അഗ്രസീവായിട്ടുള്ള ബിഹേവിയറും കാണിച്ചുകൊണ്ടിരുന്ന അക്ബറിൽ ഈ ഒരു വലിയ ചേഞ്ച് കാണുന്ന സമയത്ത് ദിസ് ഈസ് ചേഞ്ച്, ഇതാണ് ഒരു മനുഷ്യനിലുണ്ടാകുന്ന നല്ല മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മാറിയിട്ടുള്ള ഒരാളാണ് അക്ബർ. ആ മാറ്റം നമ്മൾ പ്രേക്ഷകർ കണ്ടതാണ്. ലക്ഷ്മി ഈ ചെന്നിരിക്കുമ്പോൾ അറപ്പ് തോന്നുന്നു എന്ന് പറയുന്ന അക്ബറിന് കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയാം, പ്രേക്ഷകർക്കും അറിയാമെന്ന്. അപ്പോൾ ഇത് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്ന ഡയലോഗ് ഒന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ച് കളിക്കാം എന്നാണ്. ലക്ഷ്മി അക്ബറിനെ കുറിച്ച് കുറ്റമായി പറഞ്ഞ കാര്യങ്ങൾ ഇന്നും കുറ്റമായി നിലനിൽക്കുന്ന കാര്യങ്ങളാണ് എങ്കിൽ ലാലേട്ടൻ പറയുക, അക്ബർ അപ്പം ശ്രദ്ധിച്ചൊക്കെ ഇനി കളിക്കുക കേട്ടോ എന്ന് പറഞ്ഞാൽ അക്ബറിനെ ഇരുത്തേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നുമല്ല ലാലേട്ടൻ പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ച് കളിക്കുക. അതായത് മിസ്റ്റർ ലക്ഷ്മി, നിങ്ങളുടെ ഭാഗത്തു നിന്നും വളരെയധികം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അക്ബറിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇപ്പോൾ തിരുത്തി വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ച് കളിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ ലാലേട്ടൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദി പ്രോഗ്രാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനാവശ്യ ന്യായീകരണം പറയാൻ ശ്രമിക്കുന്ന ആളുകൾ നമുക്ക് തന്നെ അറിയാം ഇവർ ഈ പറയാൻ പോകുന്നതിൽ വലിയ ന്യായമൊന്നുമില്ല, ഇവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന്. എസ്പെഷ്യലി മസ്താനി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും പറയുന്നത് കേൾക്കാൻ വേണ്ടി അല്ല ലാലേട്ടൻ ചോദിക്കുന്നത്. 2-3 പ്രാവശ്യം ലാലേട്ടൻ ചോദ്യം ചോദിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ ഉത്തരം വേണ്ട. ആക്ച്വലി അവർ വെറുതെ ന്യായീകരിക്കുന്നതാണ്. അവരെക്കുറിച്ച് ബാക്കിയുള്ളവർ പറയുന്നത് എന്താണ് എന്ന് അവർ മനസ്സിലാക്കുകയും അവർ സ്വയം തിരുത്തുകയുമാണ് വേണ്ടത്. ആ ഒരു സംഭവം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. വീണ്ടും ലക്ഷ്മിയെ അദ്ദേഹം പ്രിപ്പയർ ചെയ്ത് വറുക്കാനെടുക്കുന്ന മറ്റൊരു സിറ്റുവേഷൻ ആര്യനും ലക്ഷ്മിയും തമ്മിലുണ്ടായ ഒരു വഴക്കാണ്. ആ വഴക്കിനെക്കുറിച്ച് ആര്യൻ ആ വഴക്കുണ്ടായ സമയത്ത് കൃത്യമായി സംസാരിച്ചില്ല എന്നെനിക്ക് ഇപ്പോഴത്തെ സംസാരം കേട്ടപ്പോൾ തോന്നി. കാരണം ലാലേട്ടൻ്റെ അടുത്ത് ഇവർ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഓരോരുത്തരും അവരവർക്ക് പറയാനുള്ളത് പറയും. പക്ഷേ ലാലേട്ടൻ ഇല്ലാതെ ഈ ഡെയിലി എപ്പിസോഡ്സ് നമ്മൾ നോക്കുമ്പോൾ ഇവർ അച്ചാലം പുച്ചാലം വഴക്ക് പറയുന്നു, ബഹളം വെക്കുന്നു, ഓടി നടക്കുന്നു. എല്ലാവരും പ്രശ്നങ്ങൾ അങ്ങനെ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രേക്ഷകർക്കൊരു ഐഡിയ കിട്ടില്ല. ചിലപ്പോൾ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ നല്ലവരായിട്ട് നമുക്ക് തോന്നും, നല്ലവരായിട്ടുള്ള ആളുകൾ കുറ്റക്കാരായിട്ട് തോന്നും. ഇങ്ങനെയൊക്കെയുള്ള പല മാറ്റങ്ങളും സംഭവിക്കും. ഇന്ന് ലാലേട്ടൻ്റെ അടുത്ത് ആര്യൻ സംസാരിക്കുമ്പോഴാണ് ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ എണ്ണി പറയുന്നത്. മാത്രമല്ല ആര്യൻ ആസ് എ ഗെയിമർ പുള്ളിക്ക് ഈ മെച്യൂരിറ്റി ഇല്ലാതെ പെരുമാറുന്നു എന്ന് ജിസൈൽ അടക്കം പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റാൻഡിലേക്ക് പോകാതെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ടാർഗറ്റ് ചെയ്ത് പ്രകോപിപ്പിച്ച് സംസാരിക്കാൻ പറ്റും. വളരെ മാന്യമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്ട്രെയിറ്റായി നിന്നുകൊണ്ട് തന്നെ പുച്ഛിക്കാൻ അറിയാം എന്നുള്ളത് തെളിയിച്ച ഒരു സംഭവം കൂടിയായിരുന്നു. ലാലേട്ടൻ ചോദിക്കുന്നത് നമ്മുടെ ബിഗ് ബോസിന് ആ സെറ്റ് ഇട്ടിരിക്കുന്നതിൻ്റെ മുകളിലൊരു തുണി കിടപ്പുണ്ടല്ലോ, അത് ആരുടെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ലക്ഷ്മിയുടെയാണ്, അത് എറിഞ്ഞു കളഞ്ഞത് ആര്യനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ഞാൻ ധരിക്കാൻ വേണ്ടി, അതായത്
പുതിയ തുണിയാണ്, അത് ധരിക്കാൻ വേണ്ടി അയൺ ചെയ്ത് ബാത്റൂമിലേക്ക് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ബാത്റൂമിൻ്റെ പുറത്തുള്ള സോഫയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വന്നിരിക്കുക എന്നുള്ളത്. ബിഗ് ബോസ് ലിവിംഗ് റൂമിലേക്ക് വന്നിരിക്കാൻ പറഞ്ഞാൽ എല്ലാവരും എന്ത് പണിയാണെങ്കിലും മാറ്റി വെച്ച് ലിവിംഗ് റൂമിൽ വന്നിരിക്കണം. അതാണ് അവിടുത്തെ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ലിവിംഗ് റൂമിലേക്ക് വന്നു. ലിവിംഗ് റൂമിലെ പരിപാടി കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ ആര്യൻ കാണുന്നത് ആര്യൻ തേച്ച് ഇടാൻ വേണ്ടി വെച്ചിരുന്ന ആ ഡ്രസ്സ് ബാത്റൂമിലെ വെള്ളത്തിലൊക്കെ കിടക്കുന്നതാണ്. അതെടുത്ത് തറയിലിട്ടിട്ടുണ്ടായിരുന്നു ലക്ഷ്മി. അതിനെക്കുറിച്ച് ആര്യൻ പറഞ്ഞപ്പോൾ അന്ന് വഴക്കിട്ടപ്പോൾ പറഞ്ഞു കേൾക്കാതിരുന്ന ഒന്നാണ് കഴുകി തേച്ചിട്ടിരുന്ന ഡ്രസ്സ് എന്ന് പറയുന്ന പ്രയോഗം. അതിൻ്റെ കൂടെ ആര്യൻ ഇപ്പോൾ പറഞ്ഞത്, ഇനി അന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് കട്ട് ചെയ്ത് കളഞ്ഞതാണോ എന്നറിയില്ല, ജിസേലിൻ്റെയും റെനയുടെയും ഡ്രസ്സ് അടക്കം എടുത്ത് ഈ പറയുന്ന ബാത്റൂമിലെ തറയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ജിസേൽ പറയുമ്പോൾ ഇന്നർ ഡ്രസ്സ് അടക്കമുള്ളതെടുത്ത് അവിടെ മുടിയും വെള്ളവും ഒക്കെ കിടക്കുന്നതിനകത്തേക്ക് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം. പിന്നെ നമുക്ക് ആ ഡ്രസ്സ് ഇടാൻ പോലും തോന്നില്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെയാണ് ലക്ഷ്മി ചെയ്തത് എന്ന് ആര്യൻ പറയുന്ന സമയത്ത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് ഉറപ്പാണ് ലക്ഷ്മിയുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ളത്. ഇനി ആ വഴക്കിനിടയ്ക്ക് ലക്ഷ്മി പറഞ്ഞത് ആര്യൻ്റെ മുഷിഞ്ഞ ഡ്രസ്സും അതുപോലെ വെറ്റായിട്ടുള്ള ടവലും നനഞ്ഞ ടവലും എടുത്ത് വെച്ചു എന്നുള്ളതാണ്. അതിപ്പോഴും തുടരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആക്ച്വലി തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നനഞ്ഞ ഡ്രസ്സ് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയുള്ള സോഫയിൽ വെക്കുക എന്ന് പറയുന്നത് അത് ഹൈജീൻ ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് പല ആളുകൾക്കും ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. പല അലർജീസും വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. പക്ഷേ ലക്ഷ്മി അന്ന് പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായി ആര്യൻ്റെ ഇവരെടുത്ത് തറയിലിട്ട ഡ്രസ്സ് എന്ന് പറയുന്നത് അത് മുഷിഞ്ഞ ഡ്രസ്സും അല്ല, നനഞ്ഞ ഡ്രസ്സും അല്ല, അലക്കി തേച്ച് വെച്ചിരുന്ന ഡ്രസ്സായിരുന്നു. വൈറ്റ് ഷർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു വെള്ള കളർ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ തറയിലേക്ക് എടുത്ത് എറിയുന്നതിന് മുമ്പ് നമ്മളൊരു മിനിമം ചോദിക്കലും പറച്ചിലെങ്കിലും നടത്തണമല്ലോ. അത് പറയുന്ന സമയത്ത് ആര്യൻ ഉപയോഗിച്ച വാക്കാണ് കക്കൂസ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നല്ലോ ലക്ഷ്മി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ലാലേട്ടൻ്റെ മുഖത്തൊരു ചിരി വരുന്നുണ്ട്. ആക്ച്വലി ബാത്റൂം ക്ലീനിങ് ടീം എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീനിങ് ടീം എന്ന് തന്നെയാണ് പറയുക. പക്ഷേ കക്കൂസ് ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വിമർശനമുണ്ട്. എന്നാൽ അതേസമയം അത് ആലോചിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു വേർഡല്ലേ യൂസ് ചെയ്തുള്ളൂ എന്ന് തോന്നുകയും ചെയ്യും. അത് ശരിക്കും ലക്ഷ്മിക്ക് കൊള്ളേണ്ടതായിരുന്നു. നല്ലോണം കൊണ്ടിട്ടുണ്ട്. ലക്ഷ്മി അപ്പം തന്നെ തിരുത്തുന്നുണ്ട്. കക്കൂസ് ടീമിൻ്റെ ക്യാപ്റ്റൻ അല്ല, ടോയ്ലറ്റ് ക്ലീനിങ് ടീം എന്ന് പറയണം എന്ന് പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് ആര്യൻ പിന്നീട് പറയുന്നത് ടോയ്ലറ്റ് ക്ലീനിങ് ടീമിൻ്റെ ക്യാപ്റ്റനായ ശ്രീ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ കൂടെ ഒരു ഉന്തിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറയുന്ന പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നത് അത് ചെയ്തത് തെറ്റാണ്, പക്ഷേ ഇപ്പോഴും പല ആളുകളും ഇത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ, അത് ചെയ്തത് തെറ്റാണ് എന്ന് ലക്ഷ്മി ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ലക്ഷ്മി സോറി പറഞ്ഞിട്ടില്ല. ഈ സിറ്റുവേഷനിൽ നിന്നല്ല, അടുക്കളയിൽ അവർ ഭക്ഷണം ഉണ്ടാക്കി, അതിലേക്ക് നമുക്ക് വരാനിരിക്കുന്നേ ഇടും. അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കി ആർക്കും നല്ല ഭക്ഷണം കിട്ടിയില്ല, വളരെ മോശമായിപ്പോയി എന്നുള്ള സിറ്റുവേഷനിലും ഈ സിറ്റുവേഷനിലും ഞാൻ ഒരിക്കലും സോറി പറയില്ല എന്ന് ലക്ഷ്മി ഉറപ്പിച്ച് പറയുകയാണ്. അത് ഒനിയിൽ വളരെ വ്യക്തമായി ഈ കിച്ചണിലെ കാര്യം പറയുന്ന സമയത്ത് എടുത്തു പറയുന്നുണ്ട്. ഒനിയിലിൻ്റെ സംസാരവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആക്ച്വലി ഈ വൈൽഡ് കാർഡ് എൻട്രീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും വീഴ്ചകളൊക്കെ വന്നു കഴിയുമ്പോൾ, ഈ ഇത്രയും ദിവസങ്ങളും കഴിയുമ്പോൾ ഈ ടീംമേറ്റ്സിൽ ഉണ്ടായിട്ടുള്ള കുറേ മാറ്റങ്ങളുണ്ട്. അതിൽ ഈ ഒനീൽ ആസ് എ ടീം പ്ലെയർ ഗംഭീരമായിട്ട് മുന്നോട്ട് വരുന്നുണ്ടെന്ന് തോന്നി. ഒനീൽ ഓൾറെഡി ഈ കാര്യം ഇവരോട് സംസാരിച്ചത് കൊണ്ടാണ് ഈ ടീമിൻ്റെ ക്യാപ്റ്റൻസി സെലക്ഷൻ പരിപാടിയൊക്കെ വന്ന സമയത്ത് ഇവർ അഭിലാഷിനോട് ചെന്നിട്ട് നമ്മൾ കണ്ടതാണ്, ലക്ഷ്മിയും അതുപോലെ മസ്താനിയും ഒക്കെ ചേർന്ന് നമ്മുടെ അഭിലാഷിനെ ഒന്ന് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം. അവിടെ ചെന്ന് ഒനീലിൻ്റെ കുറ്റം പറഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അഭിലാഷിൻ്റെ അടുത്തേക്കാണ് ഇതും കൊണ്ട് ചെന്നത്. അഭിലാഷ് അത് 8 മടക്കി തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ആര്യനിലേക്ക് തിരിച്ചു വരാം. ലക്ഷ്മി പറയുന്നുണ്ട് അത് തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ്, പക്ഷേ ക്യാപ്റ്റനോട് പറഞ്ഞിരുന്നു. ആരാണ് ക്യാപ്റ്റൻ എന്ന് ചോദിക്കുമ്പോൾ ജിഷിനാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾ. ജിഷിനോട് പറഞ്ഞതിന് ശേഷമാണ് ഡ്രസ്സ് എടുത്ത് താഴെ ഇട്ടതെന്ന് ലക്ഷ്മി പറഞ്ഞു. ജിഷിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ച അത് ലാലേട്ടൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ജിഷിൻ വേറെ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നത്, ജിഷിൻ നിങ്ങൾ ആ ഒരു കാര്യം, ആ ഡ്രസ്സ് അവിടെ ഇരിക്കുന്നു അതെടുത്ത് മാറ്റണം എന്നുള്ള കാര്യം എല്ലാ ടീംമേറ്റ്സിനോടും പറഞ്ഞു എന്നുള്ളതാണ്. എല്ലാ ടീംമേറ്റ്സിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ടീംമേറ്റ്സ് അടക്കം എല്ലാവരും അത് എടുത്ത് പറയുന്നുണ്ട്. ഈ വിഷയത്തിനെ കുറിച്ച് ജിസയിലും പറയുന്നുണ്ട്. വൈറ്റ് ഡ്രസ്സ് അതുപോലെ നല്ല ഡ്രസ്സൊക്കെ എടുത്ത് വളരെ മോശമായിട്ടുള്ളൊരു സ്ഥലത്താണ് അങ്ങനെ ഇടുന്നത്. അത് ശരിയല്ല. വളരെ റൂഡായിട്ടുള്ളൊരു പെരുമാറ്റമാണ്. കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് പോയി എടുക്കാനുള്ളൊരു സാവകാശം പോലും തന്നില്ല. ഈ വിഷയങ്ങളൊക്കെ ജിസയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ലക്ഷ്മി അതിന് കൊടുക്കുന്നൊരു മറുപടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ലക്ഷ്മി പറയുന്നത് ഇവർക്ക് ഇവരുടെ ശീലങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല, ഹാബിറ്റ് മാറ്റാൻ പറ്റാത്ത ആളുകളാണ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ളൊരു റൂളൊന്നും ഇവർ പാലിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് വെക്കേണ്ടത് ഈ ശീലങ്ങൾ മാറ്റാൻ പറ്റില്ല, ഈ ഹൈജീൻ റിലേറ്റഡ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ ഇവരെ കുറ്റം പറയുന്ന സമയത്ത് തൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ മസ്താനി, പിന്നീട് അങ്ങോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മസ്താനി അനീഷിൻ്റെ ഫാമിലിയെ പറഞ്ഞപ്പോൾ ലക്ഷ്മി ഇടപെട്ടിട്ടില്ല. ജിഷിൻ സംസാരിച്ചപ്പോഴാണ് ലക്ഷ്മി അതിലെ കുറ്റം ചൂണ്ടിക്കാണിച്ചത്. ഇവിടെയും ഇന്നത്തെ ദിവസവും മസ്താനിയെ കുറ്റം പറയുമ്പോഴാണ് മസ്താനിയുടെ ഒരു വക്കീലായിട്ട് മാറാനുള്ള ശ്രമം ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതും ഒടിഞ്ഞു മടങ്ങി പോവുകയാണ് ചെയ്തത്. പക്ഷേ
മസ്താനിയുടെ ഭാഗത്തുള്ള ഈ ഹൈജീൻ റിലേറ്റഡ് ഇപ്പം വെസൽ ടീമിൻ്റെ ഭാഗമായിട്ട് അവർ ജോലി ചെയ്യാതിരുന്നത് അതൊന്നും ലക്ഷ്മിക്കൊരു കുറ്റമോ പ്രശ്നമോ ആയിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ അക്ബറിനെ കുറിച്ച് പറഞ്ഞു, ഒരു ഗായകനോ അല്ലെങ്കിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന, ഭക്ഷണം കഴിക്കുന്ന വാഗൊണ്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുന്നു, കൂടെ ഇരിക്കാൻ അറപ്പ് തോന്നുന്നു എന്ന് അക്ബറിനെ കുറിച്ച് പറയുന്ന സമയത്ത് മസ്താനിയുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടും മസ്താനിക്കൊപ്പം ഇരിക്കാൻ ലക്ഷ്മിക്ക് യാതൊരു അറപ്പോ മടിയോ തോന്നുന്നില്ല. ഇവിടെ ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ലക്ഷ്മി ക്ലിയർ കട്ട് ഡബിൾ സ്റ്റാൻഡ് ആണെന്നുള്ളതാണ്. ഏത് വിഷയം എടുത്ത് നോക്കിയോ ലക്ഷ്മി ഇടപെട്ടിട്ടുള്ള വളരെ ലൗഡായി വന്നിട്ടുള്ള ഏത് വിഷയം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ നമുക്ക് ഈ ഡബിൾ സ്റ്റാൻഡ് കാണാൻ പറ്റും. പിന്നെയാണ് വിഷയം നേരെ ലക്ഷ്മി കിച്ചൻ്റെ ഭാഗമായിരുന്ന, കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്തുള്ള പ്രശ്നങ്ങളിലേക്ക് ജിസയിൽ എടുത്തിടുന്നത്. കിച്ചൺ വളരെ മോശമാക്കി മാറ്റി 3 ദിവസത്തിൽ റേഷൻ തീരുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചു എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ ലക്ഷ്മിയെ നോക്കുകയാണെങ്കിൽ വന്നു കയറിയ ആദ്യ ദിവസങ്ങളിലൊക്കെ ഈ കിച്ചൺ ഒന്നും പ്രോപ്പറായിട്ടല്ല നടക്കുന്നത്, ഇവിടെ വൃത്തിയില്ല, ആഹാരം പ്രോപ്പറല്ല, ടൈമിംഗ് ശരിയല്ല, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ലക്ഷ്മിയുടെ ക്യാപ്റ്റൻസിയിലാണ് കിച്ചൺ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് പോയത്. അതുകൊണ്ടാണ് അവരെ ടീമിൽ നിന്ന് മാറ്റി ബാത്റൂം ക്ലീനിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം വന്ന ഒനീലാണ് പിന്നീട് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. ഇവർ വൻ പരാജയമായിരുന്നു. ജിഷിനും ലക്ഷ്മിയും കൂടി ചേർന്ന് ആൽഫ മെയിലും ആൽഫ ഫീമെയിലും കൂടി കളിച്ച് ആർക്കാണ് അധികാരം എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാശി കാണിക്കലല്ലാതെ അവിടെ പരിപാടിയൊന്നും നടന്നിട്ടില്ല. ലക്ഷ്മിക്കാണെങ്കിൽ സോറി പറയാൻ പറ്റില്ല. ഐ വിൽ നോട്ട് സേ സോറി എന്നുള്ളതാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെറ്റുകളൊക്കെ ഉണ്ടാവും, പക്ഷേ ഒരിക്കലും സോറി പറയാൻ തയ്യാറാവില്ല. എല്ലാം മാറ്റണമെന്ന് പറയും, പക്ഷേ അതിനുവേണ്ടി 5 പൈസയുടെ പണിയെടുക്കില്ല. ഞാൻ നോക്കുമ്പോൾ അനീഷ് ഇന്നലത്തെ ദിവസം ഈ വൈൽഡ് കാർഡ് എൻട്രീസിൻ്റെ ഓരോരുത്തരുടെയും എന്താണ് അവരുടെ ക്യാരക്ടർ, എന്താണ് അവരുടെ ഗെയിം എന്നുള്ളത് പറഞ്ഞു. അവരുടെ ഓരോരുത്തരുടെയും കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ എണ്ണിപ്പെറുക്കി പറഞ്ഞൊരു എപ്പിസോഡും കൂടിയായിരുന്നത്. ഈ റൂൾസ് ഒക്കെ നോക്കുന്നു എന്ന് പറയുന്ന ലക്ഷ്മി, ഞാൻ കിച്ചൺ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്ന സമയത്ത് എന്നോട് പെർമിഷൻ ചോദിക്കാതെ അടുക്കളയ്ക്ക് അകത്ത് കയറി ഗാർലിക്കിൻ്റെ തൊലി കളയുന്നു. എന്തിനാണ് ഈ ഗാർലിക്കിൻ്റെ തൊലി കളയുന്നതെന്ന് ചോദിച്ചപ്പോൾ ബോറടിക്കുന്നത് കൊണ്ടാണെന്നാണ് ലക്ഷ്മി പറഞ്ഞത്. ബോറടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ടീമിൽ ബാക്കിയുള്ളവരോടൊക്കെ സംസാരിക്കണം, അല്ല അടുക്കളയിൽ കയറി തോന്നിയ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് ഒനീൽ വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നത്. ഈ സംസാരമൊക്കെ കേൾക്കുമ്പോഴാണ് മിസ്റ്റർ ഒനീൽ നിങ്ങൾ എന്തുമാത്രം കാലിബർ ഉള്ളൊരു പ്ലെയറാണ്. ആസ് എ ക്യാപ്റ്റൻ നിങ്ങൾ ഏതൊക്കെ ടീമിൻ്റെ ഭാഗമായി നിന്നിട്ടുണ്ടോ ആ ടീമുകളൊന്നും പിന്നീട് നിങ്ങളെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ല. ഒനീലിൻ്റെ ഒരു വലിയ സ്ട്രോങ് സൈഡ് അതാണ്. ഒനീൽ കിച്ചണിലുണ്ടോ ആർക്കും കിച്ചണെക്കുറിച്ച് പരാതിയില്ല, കിച്ചൺ ടീമിനകത്ത് പ്രശ്നങ്ങളില്ല, എല്ലാം വളരെ സ്മൂത്ത് ആൻഡ് ക്ലിയർ ആയിട്ട് നടക്കും. മറ്റ് ടാസ്കുകളിലും ഒനീൽ ഒരു ലീഡറായിട്ട് വരികയാണെങ്കിൽ ആ ടീമിൽ വിഷയങ്ങളില്ല. ആസ് എ ക്യാപ്റ്റൻ അയാൾ ഗംഭീരമായിട്ട് കളിക്കുന്ന ഒരാളാണ്. ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസിൻ്റെ ക്യാപ്റ്റൻ ആവാനുള്ള ഒരു അവസരം കിട്ടിയാൽ അയാളുടെ കഴിവ് നമ്മൾ കുറച്ചും കൂടി കാണുമായിരിക്കും. കൃത്യമായി കാര്യങ്ങൾ എണ്ണിപ്പെറുക്കി പറഞ്ഞ്, അതായത് പറയേണ്ട കാര്യം കൃത്യമായി പറഞ്ഞ് എല്ലാവരുടെയും ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഒനീൽ. പക്ഷേ ഒനീലിൻ്റെ പ്രശ്നം, ഒനീൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ആവശ്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അയാളുടെ ഗെയിം നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. റെനയുടെ പുറകെ വഴക്കുണ്ടാക്കി നടക്കുക എന്ന് പറയുന്ന അയാളുടെ സ്ട്രാറ്റജി ഒരാവശ്യമില്ലാത്ത ഒന്നായിരുന്നു. അയാളുടെ സ്ട്രെങ്ത്തിന് പുറമെ അയാളുടെ വീക്ക്നെസ് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. അത് കഴിഞ്ഞിപ്പോൾ ആദിലെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നത് പോലെ ചില സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഇവിടെ നോക്കൂ, അയാൾ കിച്ചൺ ടീമിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് ഒരു മിഡ് വീക്ക് ഒരു സമയത്താണ്, 2ാമത്തെ 3ാമത്തെ ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ പോലും മുൻ ടീം എന്ത് ചെയ്തു എന്നുള്ളതും ഇപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതും വളരെ കൃത്യമായി സ്ട്രോങ് ആയി അയാൾക്ക് അവിടെ സ്റ്റേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. ലക്ഷ്മി ഇതിന് കൊടുക്കുന്നൊരു ന്യായീകരണം എന്ന് പറയുന്നത്, ലക്ഷ്മിക്ക് കുക്കിംഗ് അറിയില്ല. സാമ്പാർ ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയപ്പോൾ നന്നായി, 2ാമത്തെ തവണ ഉണ്ടാക്കിയപ്പോൾ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ടീം ഷഫിൾ ചെയ്തപ്പോൾ ഞാനും ടീമിൽ നിന്ന് മാറിയെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും പറഞ്ഞു മാറിയതല്ല മാറ്റിയതാണെന്ന്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തൻ്റെ ഭാഗത്തു നിന്നാണ് വീഴ്ചയുണ്ടായത് എന്നുള്ള കാര്യം അംഗീകരിക്കാതിരിക്കുക. എനിക്ക് തോന്നുന്നു ഈ വൈൽഡ് കാർഡ് എൻട്രീസ് ആയിട്ട് വന്ന ആളുകളെല്ലാം ഈ ഒരു നാർസിസിസ്റ്റിക് ട്രേറ്റിൻ്റെ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആളുകളാണ്. അവർ സോറി പറയില്ല, അവർക്ക് മാനുഷികമായ വികാരങ്ങളില്ല, അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ യാതൊരു ഇമോഷനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ മസ്താനി എന്നെ പറയുന്നത് എന്നെ തല്ലിക്കണം, എനിക്ക് 2 തല്ല് കിട്ടിയാലും കുഴപ്പമില്ല, മറ്റേ ആളെ പുറത്താക്കിയേ പറ്റൂ എന്ന് പറയുന്ന അത്രയും അഗ്രസീവായി കാര്യങ്ങളെ നോക്കിക്കാണുന്ന ആളുകളാണ്. ഇവിടെ ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് സോറി പറയാനുള്ള യാതൊരു ലാഞ്ചനയുമില്ല. ജിസയിൽ പറഞ്ഞു സാമ്പാറിൽ ഉപ്പും മുളകുമില്ലാതെ നിങ്ങൾ എന്ത് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്, അതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് സാമ്പാർ എന്ന് അഡ്രസ്സ് ചെയ്യാൻ തോന്നുന്നത്? ലക്ഷ്മി അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് നല്ലതായിട്ടൊന്ന് പാളിപ്പോയി, ഇത്രേ ഉള്ളൂ. മനുഷ്യർക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്നുള്ള കാര്യത്തിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഒരു സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിപ്പ് കറി വെച്ചാൽ പരിപ്പ് ഇവിടെയും വെള്ളം ഇവിടെയും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു എന്ന് ജിസയിൽ പറയുമ്പോൾ അതൊരു ഭക്ഷണം കഴിച്ച ആളുടെ ഒരു കംപ്ലൈൻ്റ് ആണ്. അതിനെ അഡ്രസ്സ് ചെയ്തിട്ട് പറ്റിപ്പോയി, സോറി എനിക്കിത് അറിയാത്തതുകൊണ്ടാണ്, നിങ്ങൾ എന്നെയും കൂടി ഒന്ന് സഹായിക്കുമോ, അല്ലെങ്കിൽ ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, നാളെ നമുക്ക് ശരിയാക്കാം എന്ന് പറയുന്ന ഒരു മാപ്പ് പറച്ചിലോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ ഒന്നും ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. നിങ്ങളിത് കഴിച്ചിട്ട് പൊക്കോണം. ഇതിൻ്റെ എക്സ്റ്റൻഷനാണ് പിന്നീട് അനുമോളും പറയുന്നത്, എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പൊക്കോണം, ഇവിടെ
വേറെ പണിയൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്ന അതേ ഡയലോഗാണിത്. അപ്പോൾ ഒനീൽ പറയുന്നത് ഞങ്ങൾ കിച്ചൺ നോക്കിയത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ചോദിച്ചാൽ അറിയാം എന്നാണ്. അതിന് ലക്ഷ്മി കൊടുക്കുന്നൊരു ക്ലാസിക് മറുപടിയുണ്ട്, എന്നെ ക്യാപ്റ്റനാക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. അതിനുള്ള മറുപടി ലാലേട്ടൻ തന്നെ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ ചെയ്യാൻ പോകരുത്, അല്ലെങ്കിൽ അറിയാത്തൊരു കാര്യം നമ്മളിപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. പക്ഷേ ഇത് ആരുടെ മുമ്പിലും താഴത്തില്ലടാന്ന് പറഞ്ഞ് ബലം പിടിച്ചു നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ലാലേട്ടൻ തന്നെ ചോദിക്കുന്നത് അതിൻ്റെ പേരിൽ പോയി വഴക്കുണ്ടാക്കണോ വേണ്ടതെന്നാണ്. ആ സാമ്പാറിനൊപ്പം ചർച്ചയായ അതിൻ്റെ കൂട്ടുപ്രതി ദോശയിലേക്കാണ് പിന്നീട് ലാലേട്ടൻ്റെ ചർച്ച പോകുന്നത്. ആ ദോശ ഉണ്ടാക്കിയത് അനുമോളാണ്. എണ്ണത്തിൽ കുറവും വലിപ്പത്തിൽ ചെറുതും എന്ന് പറയുന്നതായിരുന്നു ആ ദോശയുടെ പ്രശ്നം. അതിനെക്കുറിച്ച് ആളുകൾ ചൂണ്ടിക്കാണിച്ച സമയത്ത് വെച്ചുണ്ടാക്കി തരുന്നത് കൊണ്ടാണ് ഇത്രയൊക്കെ കഴിച്ചാൽ മതി, വേറെ പണിയൊന്നുമില്ലല്ലോ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ എൻറ്റയർ ഷോ, ഈ ഒരൊറ്റ എപ്പിസോഡ് മുഴുവൻ അനുമോൾ ലാലേട്ടൻ്റെ മുഖത്ത് നോക്കുന്നില്ല. അനുമോൾ നേരെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അങ്ങനെ ഒരു പുച്ഛഭാവം പിടിച്ച് അടക്കി പിടിച്ചുകൊണ്ടിരുന്നാൽ എന്താ അനുമോളെ വിഷമമാണോ എന്ന് ലാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ വിഷമത്തിനെ കുറിച്ച് പറയാം. ലാലേട്ടൻ മൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കണ്ടോ അനുമോളെ ഒഴിവാക്കി എന്ന് പറഞ്ഞ് പുറത്ത് PR ടീമിൽ പണിയെടുക്കാം. പക്ഷേ ലാലേട്ടൻ അനുമോളല്ല എന്നുള്ളത് കൊണ്ട് അങ്ങനൊരു എക്സ്ട്രാ കെയർ കൊടുക്കാനും പോയിട്ടില്ല, എന്നാൽ അതിൻ്റെ പേരിൽ അനുമോളെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാനും പോയിട്ടില്ല. ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോളോട് ഒന്നും ചോദിക്കാതെ ലാലേട്ടൻ വേണമെങ്കിൽ നിനക്ക് പുച്ഛമാണെങ്കിൽ അവിടെ വെറുതെ ഇരുന്നു എന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ എണീറ്റിങ് പോരുന്നു പറയാമായിരുന്നു. പക്ഷേ ലാലേട്ടൻ അനുമോളെ പോലെ ഒരു പ്രതികാരദാഹി ആയിട്ടുള്ള വ്യക്തിയൊന്നും അല്ലാത്തതുകൊണ്ട് അവിടെ ബാക്കി എല്ലാവർക്കും കൊടുക്കുന്ന അതേ കാര്യം അനുമോൾക്കും തരും. എന്താ അനുമോളെ ഉറക്കമാണോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും ദോശയുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നത് ജിഷിനാണ് മാവ് കലക്കിയത്, അപ്പോൾ അതിൽ വെള്ളം കൂടിപ്പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൽ എണീറ്റ് എന്ന് പറയുന്നു നമ്മളിവിടെ ദോശ കൊടുത്തുകൊണ്ടിരുന്നത് പേരിനല്ല, വിശപ്പ് മാറ്റാൻ വേണ്ടിയാണ്. അനുമോൾ മുമ്പേ എല്ലാവർക്കും നല്ല ടേസ്റ്റിൽ കൃത്യമായിട്ടൊക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ വലിപ്പം കുറച്ചിട്ടാണ് ചെയ്തത്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെ മതി എന്നാണ് അനുമോൾ പറഞ്ഞത്. വേറെ പണിയൊന്നുമില്ല അതുകൊണ്ട് ഇത്രയും മതി എന്നൊക്കെ പറഞ്ഞതിനെക്കുറിച്ച് ആദിൽ പറയുമ്പോൾ അനുമോൾ പറയുന്നത് ഇപ്പോൾ ഒരാൾ വന്ന് 3, 4 ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ വന്ന് പരാതി പറയും, എൻ്റെ അടുത്തല്ലേ ഈ വന്ന് പരാതി ചോദിക്കുന്നത് എന്നാണ് അനുമോൾ ചോദിക്കുന്നത്. ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നന്നായി കൊടുത്തുകൊണ്ടിരുന്നതല്ലേ, സംഭവം ഇത്രേ ഉള്ളൂ, നിങ്ങൾ നന്നായി കൊടുത്തുകൊണ്ടിരുന്നതാണല്ലോ, അന്ന് എന്താണ് പറ്റിയത് ലാലേട്ടൻ? അന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറ്റിപ്പോയി, അത് അടുത്ത പ്രാവശ്യം മുതൽ നമ്മൾ ഉണ്ടാക്കില്ല, അത് ശരിയായി നോക്കിക്കോളാം എന്ന് പറയാം. അല്ലെങ്കിൽ അന്ന് ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് ബാക്കിയുള്ളവരോട് എടോ ഇതിങ്ങനെ ആയിപ്പോയോ, ശരി ഇനി തൊട്ട് നമ്മളിത് ശ്രദ്ധിച്ച് ചെയ്യാം, അല്ലെങ്കിൽ മാവ് കുറവാണ്, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം എന്നൊക്കെ പറയുന്നതിന് പകരം അനുമോൾ അവിടെ കാണിച്ചൊരു ധാർഷ്ട്യമുണ്ട്. അതിൻ്റെ പ്രോ മാക്സ് വേർഷനാണ് ലാലേട്ടനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോൾ ലാലേട്ടനോട് കാണിച്ച ആ ഒരു ആറ്റിറ്റ്യൂഡില്ലേ, അത് ആ വീട്ടിലുള്ള ആൾക്കാർ അനുമോളോട് കാണിക്കാനുള്ള ഒരു ബുദ്ധി കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി അനുമോളുടെ സ്ക്രീൻ സ്പേസ് ഒക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് നന്നായി വരുമായിരിക്കും. അതിൻ്റെ കൂടെ ലാലേട്ടൻ അനുമോൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം പറഞ്ഞു. ജിസേൽ പറഞ്ഞല്ലോ സ്നേഹത്തോടെ ആഹാരം വെച്ച് വിളമ്പേണ്ടതാണ്, സ്നേഹത്തോടെ കൊടുക്കണം എന്നുള്ളത്. അത് ജിസേൽ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലത്തെ ഒരു പരിപാടിയായിരുന്നു അത്. അതിൽ വലിയ റിസൾട്ട് ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനിടയ്ക്ക് മസ്താനിയെ ഒന്ന് സംരക്ഷിച്ചേക്കാം എന്ന് വിചാരിച്ച് ലക്ഷ്മി ശ്രമങ്ങളൊക്കെ അഴിച്ചു വിടുന്നുണ്ട്. അതിലൊരു ശ്രമം ഈ മസ്താനി വെസൽ ടീമിലുണ്ടായിരുന്ന സമയത്ത് വെസലൊന്നും കഴുകാതെ കിടന്നുറങ്ങി, അതിനുശേഷം അവിടെ ഒരു വലിയ വാഗ്വാദമുണ്ടായി, അതൊരു വലിയ ചർച്ചയായി. ആ സമയത്തെ ഒരു സിറ്റുവേഷനെ കുറിച്ച് ലക്ഷ്മി പറയുന്നത് ഒനീൽ അന്ന് രാത്രി ഉണ്ടാക്കിയ ഡിഷ് പാളിപ്പോയി, അതിനുശേഷം അവർ വീണ്ടും കുക്ക് ചെയ്തു, അങ്ങനെയാണ് സമയം പോയത്, അതുകൊണ്ടാണ് വെസൽ ടീമിന് കൃത്യസമയത്ത് ഇത് ചെയ്തു തീർക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നൊരു, അത് ആക്ച്വലി ഒരു ന്യായമില്ലാത്ത ന്യായം പറച്ചിലാണ്. പക്ഷേ ഒനീൽ പറയുന്നത് അങ്ങനെ മോശമായി പോയി കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കും, എല്ലാവർക്കും ഭക്ഷണം കിട്ടിയല്ലോ, ഭക്ഷണം കഴിച്ചിട്ടാണല്ലോ എല്ലാവരും ഉറങ്ങിയത്, അതാണ് അവിടുത്തെ ചോദ്യം. ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് ചിലപ്പോൾ പാളിപ്പോയി എന്നിരിക്കും, അപ്പോളജൈസ് ചെയ്യുക, പറ്റിപ്പോയി, ഭക്ഷണം ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്, ഞാൻ രണ്ടാമത് ഉണ്ടാക്കിത്തരാം, നന്നായി ഉണ്ടാക്കിത്തരാം, ഇത്രയേ ഉള്ളൂ. ഇതേ കാര്യമാണ് ലക്ഷ്മിയും അനുമോളും അവരുടെ ദോശ സാമ്പാർ പ്രശ്നത്തിൻ്റെ ഇടയിൽ ചെയ്യേണ്ടിയിരുന്നത്. രണ്ടുപേർക്കും മാപ്പ് പറയാൻ പറ്റില്ല, കിട്ടുന്നതും വാങ്ങിച്ച് കഴിച്ചിട്ട് മിണ്ടാതെ എണീറ്റ് പൊക്കോണം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. ഇത്രയൊക്കെ എവിടെ പറ്റൂ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡാണ്. ആ ആറ്റിറ്റ്യൂഡ് ഒനീൽ കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഒനീൽ ഉണ്ടാക്കിയത് പാളിപ്പോയി എന്ന് പറയുന്നത് അതൊരു കുറ്റമായി പറയേണ്ട കാര്യമില്ല. മോശമായി പോയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ഉണ്ടാക്കിത്തരും. പിന്നെ ലൈറ്റ് ഓഫ് ആക്കിയതിന് ശേഷവും എത്ര ലേറ്റ് ആയിട്ടിരുന്നിട്ടാണെങ്കിലും വെസൽ ടീം അവിടെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ടുള്ള ആളുകളാണ് അവിടെയുള്ള ബാക്കിയുള്ള എല്ലാവരും. അങ്ങനെയുള്ളപ്പോൾ ഒരു ടീം പുതിയതായിട്ട് വന്ന് എനിക്ക് പാത്രമൊന്നും കഴുകാൻ പറ്റില്ല, പറ്റിയാൽ ഞാൻ രാവിലെ കഴുകും, എന്നാൽ രാവിലെ കഴുകിക്കോളൂ എന്ന് ഒനീൽ പറയുന്നുണ്ട്. ഒനീൽ പറയുന്നത് ഞാൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞ് മസ്താനിയോട് ചോദിച്ചു, നിങ്ങൾക്കിത് രാവിലെ കഴുകി വെച്ചാൽ മതി, ഇപ്പോൾ കഴുകി വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രാവിലെ കഴുകി വെച്ചാൽ മതി. അപ്പോൾ മസ്താനി പറഞ്ഞത് എനിക്ക് രാവിലെയും പറ്റില്ല, ഞാൻ കഴുകില്ല എന്നാണ്. ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി, പ്രശ്നമുണ്ടാക്കുന്ന ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടി ലക്ഷ്മി വന്ന് ഒന്നുകൂടി ഒന്ന് മൊരിഞ്ഞിട്ട് പോയി എന്നാണ് തോന്നിയത്. ലക്ഷ്മി അവിടെ ചെയ്യുന്നതും പറയുന്നതും അവരുടെ ഗെയിമും എല്ലാം
ഒറ്റ വാക്കേ ഉള്ളൂ, ഡബിൾ സ്റ്റാൻഡാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ എന്ന് അക്ബറിനെ കുറിച്ച് പറഞ്ഞു. അക്ബറിൻ്റെ വായിൽ നിന്ന് അത്തരം പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലക്ഷ്മി ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന, കൂടെ കൊണ്ടു നടക്കുന്ന, ഒരു ഗ്രൂപ്പ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ജിഷിൻ്റെ വായിൽ നിന്ന് വരുന്ന പരാമർശങ്ങൾ നോക്കൂ, മസ്താനിയുടെ വായിൽ നിന്ന് വരുന്ന പരാമർശങ്ങൾ നോക്കൂ. അവിടെയൊക്കെ അതികഠിനമാം വിധം സ്ത്രീവിരുദ്ധമായ ഡയലോഗുകൾ നമുക്ക് കാണാൻ പറ്റും. അറപ്പ് തോന്നുന്ന വർത്താനം എന്നാണ് അക്ബറിൻ്റെ വർത്താനത്തിനെ കുറിച്ച് പറഞ്ഞത്. ആ ബിഗ് ബോസ് ഹൗസിൽ ഒരു പക്ഷേ ഈ സീസൺ മൊത്തമോ അല്ലെങ്കിൽ ഇതുവരെയുള്ള മുഴുവൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും അധികം അറപ്പ് തോന്നുന്ന വർത്തമാനങ്ങൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി മസ്താനിയാണ്. പക്ഷേ ആ മസ്താനിയെ പറഞ്ഞു തിരുത്താൻ മെനക്കെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി വക്കീൽ പണി എടുക്കാനും ലക്ഷ്മി മുന്നിട്ടിറങ്ങുന്നത് കാണാൻ പറ്റും. ഇതേ ലക്ഷ്മി തന്നെയാണ് ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചും ഞാൻ അപ്പാനി ശരത്തിൻ്റെ ഇന്ന് അടി വാങ്ങിച്ച് അപ്പാനിയെ പുറത്താക്കുമെന്ന് പറയുന്ന മസ്താനിയുടെ അടുത്ത് അങ്ങനെ ചെയ്യരുത് മോളെ, ചെയ്യരുത് കുട്ടി എന്നൊന്നും ലക്ഷ്മി പറയുന്നില്ല. ലക്ഷ്മി പറയുന്നത് അത് അപ്പാനിയുടെ മിടുക്ക് പോലെ ഇരിക്കും. അതായത് എന്ത് പ്രശ്നം വന്നാലും ട്രിഗർ ആവാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ മിടുക്കെന്നാണ് പറയുന്നത്. ട്രിഗർ ചെയ്യാൻ വേണ്ടി എന്ത് തോന്നിവാസവും എത്ര അറപ്പുണ്ടാവുന്ന കാര്യവും വിളിച്ചു പറയാം. അത് മസ്താനിയുടെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ ലക്ഷ്മിക്ക് ഒരു പ്രശ്നമില്ല. ഹൈജീൻ്റെ കാര്യം, ഹൈജീൻ ഇല്ലയെന്ന് ആ ടീമിലുള്ള ഓൾറെഡി ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞാൽ, കിച്ചണിൽ ഹൈജീൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതേ ലക്ഷ്മി തന്നെയാണ് ഈ ഹൈജീൻ എടുത്ത് വെള്ളത്തിൽ കളയുന്ന മസ്താനിയുടെ പാത്രം കഴുകൽ പ്രശ്നം വെസൽ ടീമിൻ്റെ സമയം നീട്ടിവെക്കൽ നാടകത്തിനെ സപ്പോർട്ട് ചെയ്ത് അതിനുവേണ്ടി വീണ്ടും വാദിക്കാൻ എത്തിയത്. മറ്റുള്ളവർ ഗ്രൂപ്പ് കളിക്കുന്നു എന്ന് പറയുമ്പോൾ ലക്ഷ്മി ആകെ അവിടെ ചെയ്യുന്നത് ഗ്രൂപ്പായി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത്, ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഒരാളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പോകല്ലേ എന്ന്. അതാണ് അവിടെ ചെയ്യുന്നത്. നമ്മൾ ഈ ആഴ്ച ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ആരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, എന്തിന് ടാർഗറ്റ് ചെയ്യണം എന്ന് ഗ്രൂപ്പായിരുന്ന് പ്ലാൻ ചെയ്യുന്ന ലക്ഷ്മിയാണ് അക്ബറിൻ്റെ ഗ്രൂപ്പ് ഗെയിമിനെ കുറിച്ച് സംസാരിക്കുന്നത്. പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് ഒരാളെ ആക്രമിക്കരുത് എന്ന് ജിഷിനെ അടക്കം വാൺ ചെയ്യുന്ന ലക്ഷ്മിയാണ് മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് സംസാരിക്കുന്ന മസ്താനി അടക്കം സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആ ഡബിൾ സ്റ്റാൻഡേർഡ് ലക്ഷ്മിയെ വറുത്ത് കോരി ലാലേട്ടൻ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. അടുത്ത ആള് മസ്താനിയാണ്. സത്യം പറയട്ടെ, മസ്താനിയെക്കുറിച്ച് പറഞ്ഞ് മസ്താനിക്ക് വീണ്ടും ഒരു സ്ക്രീൻ സ്പേസ് എൻ്റെ ചാനലിൽ കൂടി കൊടുക്കാൻ പോലും എനിക്ക് തോന്നാത്ത അത്രയും വളരെ മോശമായ രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മസ്താനി. ലാലേട്ടൻ ഇന്നലത്തെ എപ്പിസോഡ് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യമാണ് മസ്താനിയുടെ ഭാഷ. ഞാനൊന്ന് പൊക്കുന്നുണ്ടെന്ന്. പക്ഷേ നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മസ്താനി 1-2 സെൻറ്റൻസിനപ്പുറത്തേക്ക് ലാലേട്ടൻ എണീപ്പിച്ച് നിർത്തി. മസ്താനിയോട് ചോദ്യം ചോദിക്കും, പക്ഷേ മസ്താനിയെ കൊണ്ട് പറയിച്ചിട്ടില്ല. പറയാൻ അവർക്ക് അർഹതയില്ല എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങളിങ്ങനെ ന്യായീകരിച്ച് മെഴുകല്ലേ, അതിനാണ് വരാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് നീ മിണ്ടണ്ട എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പരാതിപ്പെട്ടിയിൽ ഏറ്റവും കൂടുതൽ പരാതി കിട്ടിയിട്ടുള്ളത് ആരെക്കുറിച്ചാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് പോയ വാരത്തിലെ ക്യാപ്റ്റൻ നെവിൻ എണീറ്റ് എന്ന് പറയുന്നത് എനിക്കറിയാം ലാലേട്ട, അത് അക്ബറിനെ കുറിച്ചാണ്. കാരണം അക്ബർ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് തുടങ്ങുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ടീമിൻ്റെ ഒരു ധാരണ എന്താണെന്നുള്ളത് ക്യാപ്റ്റൻ അറിയാം എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. എന്തായാലും അക്ബർ അല്ല മോനെ അധികം സംസാരിക്കേണ്ട, അവിടെ ഇരുന്നോ എന്ന് പറയുന്നുണ്ട്. ആ പറച്ചിലൊക്കെ എന്തൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തു എന്നറിയോ. എന്തായാലും അങ്ങനെ ഇരുത്തിയതിന് ശേഷം ആരെക്കുറിച്ചാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ മസ്താനി അടക്കം പറയുന്നത് മസ്താനിയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പരാതി വന്നിട്ടുള്ളതെന്നാണ്. ആ പരാതിയുടെ കാരണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ശബ്ദം താഴ്ത്തിയാണെങ്കിൽ മസ്താനി പറയുന്നുണ്ട് ഗ്രൂപ്പിസമാണ് അതിൻ്റെ കാരണം എന്ന്. സത്യത്തിൽ ഗ്രൂപ്പിസം എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നതിന് മുമ്പ് ഒരു 10 സെക്കൻഡെങ്കിലും അവനവൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആലോചിച്ച് നോക്കണമല്ലോ. പക്ഷേ ഇത്രയധികം പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ആ ഹൗസിനകത്തേക്ക് കയറുകയും ആ ഗെയിം ഒരു ഉളുപ്പുമില്ലാതെ കളിക്കുകയും അതിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് പോലും വീണ്ടും പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിടുകയും ഒക്കെ ചെയ്യുന്ന മസ്താനിക്ക് ഇത് വല്ലതും മനസ്സിലാവുമോ? അക്ബർ എണീറ്റ് നിന്ന് പാത്രം കഴുകാതിരുന്ന അവരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും അതിനുശേഷം ഉണ്ടായ വഴക്കുണ്ടാക്കിയതിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്താൽ പിന്നെ പാത്രം കഴുകില്ല എന്നാണ് പറയുന്നത്. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഭക്ഷണം കഴിക്കാമെങ്കിൽ എന്തുകൊണ്ട് പാത്രം കഴുകിക്കൂടാ എന്ന് പറയുന്ന വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ് അക്ബർ മുന്നോട്ട് വെക്കുന്നത്. ശൈത്യ എണീറ്റ് നിന്ന് പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ ട്രിഗർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് റെനയുടെ വിഷയം ഇവിടെ എടുത്തിടുന്നുണ്ട്. റെന ഈ വീക്കെൻഡിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടനെ അവർ ഫേസ് ചെയ്യുന്നില്ലായിരുന്നു, റെനയും ഷാനവാസും. അത് ഈ വൈൽഡ് കാർഡ് എൻട്രീസ് റെനയ്ക്ക് കൊടുത്തിട്ടുള്ളൊരു പണിയാണ്. റെന വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ റെനയോട് മസ്താനി കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട്, അതുപോലെ റെനയ്ക്ക് കിട്ടുന്ന സ്ക്രീൻ സ്പേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ റെനയെ ഒഴിവാക്കിയത്. പക്ഷേ റെന ഇല്ലാത്ത എപ്പിസോഡിലും റെന ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് അത് മസ്താനി എങ്ങനെ പൊറുക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ റെനയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് എവിടെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനി പെരുമാറിയ അതേ ഭാഷയിൽ റെനയും തിരിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ പറയുക, വൃത്തികേട് കൊണ്ട് നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ന്യായീകരിക്കാനൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ആര്യൻ്റെയും ലക്ഷ്മിയുടെയും ആ തുണി വിവാദം എടുത്തു നോക്കുക. അവിടെ ആര്യൻ വളരെ മോശമായി അതിനോട് പ്രതികരിച്ച് കഴിഞ്ഞു. പിന്നെ ആര്യൻ്റെ ഭാഗത്താണ് എല്ലാം ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആര്യനും വഴക്ക് കേൾക്കേണ്ടി വരും. പക്ഷേ ആര്യൻ അതിനെ ഏറ്റവും മാന്യമായ രീതിയിലാണ് ഡീൽ ചെയ്തതെങ്കിൽ അതൊരു ചർച്ചയായി വരുന്ന സമയത്ത് ആര്യൻ്റെ ഭാഗം ക്ലിയറാണ്, ലക്ഷ്മിയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതിനൊരു ഉദാഹരണം ഇപ്പം
അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ചൊരു ടോക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത് ആദില ജിസൈലിനോട് പറയുന്ന സമയത്ത് ജിസൈൽ തിരിച്ച് പറയുന്നത് എനിക്ക് ടാസ്ക് ഉണ്ട്, ഞാൻ ടാസ്ക് ചെയ്യട്ടെ എന്നാണ്. ജിസൈലിന് വേണമെങ്കിൽ അപ്പോൾ എക്സ് ബോയ് ഫ്രണ്ടും ഉണ്ടോ, ഇത് എന്തത് ഇവർക്ക് ഇത് തന്നെ പരിപാടിയോ എന്നൊക്കെ ചോദിച്ച് അതിൻ്റെ പുറത്ത് കയറി പിടിച്ച് അത് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് വഷളാക്കി അലമ്പാക്കിയൊക്കെ പോകാമായിരുന്നു. പക്ഷേ ജിസൈൽ അത് ചെയ്തില്ല. അതാണ് അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്, ഒരാളുടെ സ്വഭാവത്തിലെ ഗുണം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസൈലിനെ അനുമോൾക്ക് കുറ്റം പറയാനൊന്നുമില്ല. അനുമോൾ ഉണ്ടാക്കി പറയുന്ന കുറച്ച് കഥകളും കുറേ വൃത്തികെട്ട മൂന്നാം കിട മാസിക കഥകളും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജിസേലിൻ്റെ ഭാഗത്ത് അവിടെ തെറ്റില്ല. അതുപോലെ പുറത്തുള്ള കാര്യങ്ങളൊന്നും അകത്ത് വന്ന് പറയരുതെന്ന് നിങ്ങളോട് എത്ര തവണ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഒരു വട്ടമേ പേരെടുത്ത് പറഞ്ഞുള്ളൂ ലാലേട്ട എന്ന് പറയുന്ന ഒരു ക്യൂട്ട്നെസ് മസ്താനി ഇറക്കുന്നുണ്ട്. പക്ഷേ 3 പ്രാവശ്യം നിങ്ങളെ വാൺ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ അറബി കല്യാണം പോലെയുള്ള കാര്യങ്ങളൊക്കെ അകത്ത് പറയുന്നത്, അതുപോലെ പീനട്ട് എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് അത് ഉപയോഗിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. ഞാനും കുറേ ഓണം കൂടുതലുണ്ടതാണ് എന്നൊക്കെ ലാലേട്ടൻ പറയുമ്പോഴും മസ്താനിയുടെ മുഖഭാവത്തിൽ ഒരു മാറ്റമില്ല. അതിലെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള കണ്ടൻറ്റിൽ നിന്ന് പോപ്പുലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുറത്തുള്ളവരുടെ ഇൻ്റർവ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ, കമൻറ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ളതിനെ, ഏറ്റവും മോശമായിട്ടുള്ള കമൻറ്റുകളെ, ഏറ്റവും മോശമായിട്ടുള്ള അപ്രിസിയേഷനുകളെയൊക്കെ, വേറെ എന്തെങ്കിലും ഒരു വാക്കുണ്ടാവും അതിന് അപ്രിസിയേഷൻ എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളെ വരെ പ്രോത്സാഹിപ്പിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. ബേസിക്കലി ഒരു ഈച്ചയെ പോലെയാണ്. ഈച്ചയെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റിൻ്റെ അടുത്ത് വിളിച്ചിരുത്താത്തത് ഈച്ച ഭക്ഷണം കഴിക്കുന്നിടത്ത് വന്നിരിക്കാൻ കൊള്ളാത്ത ഇടങ്ങളിൽ പോയിരിക്കുന്നത് കൊണ്ടാണ്. അവിടെ നിന്ന് കണ്ടൻറ്റും ലൈക്കും ഷെയറും ഉണ്ടാക്കുന്ന ആ ഒരു അതേ സ്ട്രാറ്റജിയാണ് മസ്താനി ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷവും ചെയ്യുന്നത്. റെനയുടെ കാര്യം പറയുമ്പോൾ അതിനകത്ത് അറബിക്കല്യാണം പോലെയുള്ള കാര്യങ്ങൾ എടുത്തിട്ട്, അതായത് പുറത്തുള്ള ആളുകൾക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ അകത്ത് കൊണ്ടുവന്നിടുക. ഇപ്പോൾ അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ കാര്യവും അതിനകത്ത് വന്ന് പറയുന്നത് മസ്താനിയാണ്. അവർ ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങൾ, വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞ് മറ്റൊരാളെ ഡീഫെയിം ചെയ്യുകയാണ് ചെയ്യുന്നത്. അനുമോളുടെ ഭാഗത്തുനിന്ന് അതിഗംഭീരമായൊരു മറുപടി വരുന്നുണ്ട്. അനുമോൾ മസ്താനിയുടെ ചെവി പറഞ്ഞ കാര്യമാണ് മസ്താനി എല്ലാവരോടും പറഞ്ഞത്, ഈ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം. ജിസേൽ ചോദിക്കുന്നുണ്ട്, നീ നേരത്തെ ശൈത്യയുടെ ചെവി പറഞ്ഞു, ഇപ്പം മസ്താനിയുടെ ചെവി പറയുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ നേരെ വന്ന് പറ എന്ന് പറയുമ്പോൾ അനുമോൾ പറയുന്നത് എനിക്കതിന് താല്പര്യമില്ല എന്നാണ്. ആ അനുമോൾ എങ്ങനെയാണ് ശൈത്യയെ കട്ടപ്പ എന്ന് വിളിക്കാമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അറ്റ്ലീസ്റ്റ് ശൈത്യ അത് നേരെ വന്ന് പറയുന്നുണ്ടല്ലോ. അനുമോൾ എല്ലാവരുടെയും ചെവി പറഞ്ഞ് ദുഷിച്ച കഥകൾ സ്പ്രെഡ് ചെയ്യാന്ന് പറയുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ആരുടെയും മുഖത്ത് നോക്കി ഒരു കാര്യം പറഞ്ഞു നിൽക്കുന്നില്ല. അതിൻ്റെ ഒരു അൾട്രാ പ്രോമാക്സ് വേർഷനാണ് മസ്താനി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട് എനിക്ക് ഇവളുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായി എന്നുള്ളത്. പക്ഷേ അതിൽ കുറച്ച് നേരത്തെ മനസ്സിലാക്കേണ്ടിയിരുന്ന കുറച്ച് ആളുകളുടെ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു എന്നുകൂടി അതിനോട് ചേർത്ത് വെക്കണമെന്നുണ്ട്. നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ലക്ഷ്മി ഈ വെസൽ ടീമിൽ മസ്താനി ലേറ്റ് ആയതിനെക്കുറിച്ച് പറയുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഇവരെല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഒരുപാട് രാത്രിയായി കഴിഞ്ഞപ്പോഴാണ് ഈ വെസൽ ടീം ക്ലീൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഡോറൊക്കെ തുറന്നു വന്ന് അങ്ങനെ ഒരു ഷോയൊക്കെ കാണിച്ചത്. അത് ശരിയായില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി ഈ ബാത്റൂമിലെ സോഫയിൽ വെച്ചിരുന്ന ഡ്രസ്സ് എടുത്ത് മാറ്റാനുള്ള കൃത്യമായിട്ടുള്ളൊരു ടൈം പീരീഡൊക്കെ എല്ലാവർക്കും അനുവദിച്ച് കൊടുക്കണമായിരുന്നു. ആ ലക്ഷ്മിയാണ് മസ്താനിക്ക് സമയം കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വാദിക്കാൻ വരുന്നത്. മോർണിംഗിൽ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും ഡോർ തുറന്നു വന്ന് ഇവരൊക്കെ പ്രശ്നമുണ്ടാക്കി എന്നുള്ളതാണ് ലക്ഷ്മി പറയുന്നത്. പക്ഷേ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, പിറ്റേ ദിവസം ഓണമല്ലേ എന്നുള്ളത്. അപ്പോഴാണ് അക്ബർ പറയുന്നത്, നമ്മൾ മസ്താനിയോട് മാത്രമല്ല ചെന്ന് ബഹളം വെച്ചിട്ടുള്ളത്, മറ്റുള്ള ടീംമേറ്റ്സിനോടും പറഞ്ഞു. അപ്പോൾ ബിന്നി പറഞ്ഞു ഞാൻ വേണമെങ്കിൽ വന്ന് കഴുകാമെന്ന്. പക്ഷേ മസ്താനിക്ക് വയ്യ, അവൾക്ക് എന്ത് സ്പെഷ്യൽ പ്രിവിലേജ് ആണുള്ളത് എന്നുള്ളതാണ് അക്ബറിൻ്റെ ചോദ്യം. അപ്പോഴാണ് ഒനിയിൽ നേരത്തെ പറഞ്ഞ കാര്യം, ഞാൻ കുളിച്ചു വന്നിട്ട് വളരെ മര്യാദയ്ക്കാണ് പറഞ്ഞത്, നിനക്ക് ഇന്ന് കഴുകാൻ വയ്യെങ്കിൽ വേണ്ട, നാളെ രാവിലെ കഴുകിയാൽ മതിയെന്ന്. അപ്പോഴാണ് നാളെയും കഴുകൂല എന്ന് പറയുന്നൊരു കാര്യം മസ്താനി ഒനിയിലിനോട് പറയുന്നത്. ഇത്രയും മാന്യമായി ഒരാൾ വന്ന് പറയുമ്പോൾ മിനിമം അയാളോട് സമാധാനമായി സംസാരിക്കാൻ ഒരു ബേസിക് ബോധം കാണിക്കണമല്ലോ. അപ്പോഴാണ് ലാലേട്ടൻ ഒരു പോയിന്റ് എടുത്തിടുന്നത്. അതായത് അവനവൻ്റെ പ്ലേറ്റ് കഴുകണം എന്ന് പറയുന്നൊരു കാര്യം മസ്താനി പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ആരെങ്കിലും കഴുകാതെ പോകുന്നുണ്ടെങ്കിൽ അത് ആ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണോ അയാളുടെ ഉത്തരവാദിത്തമാണ് അയാളെ കൊണ്ട് അത് കഴുകി വെപ്പിക്കുക എന്നുള്ളത്. ഈ കാര്യം ആ അപ്പാനി ശരത്ത് വഴക്കുണ്ടാവുന്ന സമയത്ത്, അതായത് ഈ പാത്രങ്ങൾ കഴുകി വെക്കില്ല എന്ന് മസ്താനി പറയുന്ന സമയത്ത് അപ്പാനി ശരത്ത് പറഞ്ഞാണ്, ആരെങ്കിലും അങ്ങനെ പാത്രം കഴുകാതെ അവനവൻ്റെ പാത്രവും കപ്പും കഴുകാതെ പോകുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിക്കേണ്ടത് നിൻ്റെ ജോലിയാണ് എന്ന്. ഞാനിവിടെ നിൽക്കണോ, എനിക്കതിനൊന്നും പറ്റില്ല എന്ന് മസ്താനി പറഞ്ഞതിന് ലാലേട്ടൻ തന്നെ ഇവിടെ മറുപടി കൊടുക്കുന്നുണ്ട്. ആക്ച്വലി മസ്താനി പറഞ്ഞ ഒരുപാട് തെറ്റായ കാര്യങ്ങൾക്ക് ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും ഒക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ബിന്നി എണീറ്റ് നിന്ന് സംസാരിക്കുന്നത്. എത്ര ഡിലേ വന്നാലും ഈ ബിഗ് ബോസ് ഹൗസിൽ എല്ലാ ആൾക്കാരും എത്ര ഡിലേ വന്നാലും എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി ചെയ്യും.
ആരും ഇവിടെ സുഖിക്കാൻ വന്നതല്ല, ഡ്യൂട്ടി ചെയ്യണം. ക്യാപ്റ്റൻ ആയിട്ട് പോലും ആർക്കും ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ആര്? മസ്താനി. ഈ വെസൽ ടീമിൻ്റെ ഈ ഒരു ഇഷ്യൂ വന്ന സമയത്തും ചെയ്യണ്ട എന്നാണ് മസ്താനി പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോ എന്നുള്ളൊരു മറുപടിയാണ് ബിന്നിക്ക് കൊടുത്തത്. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഡ്യൂട്ടി എന്താണ് എന്ന് ചോദിച്ച സമയത്ത് ബിന്നിയോട് മസ്താനി പറഞ്ഞത് നീ പോയി പാത്രം കഴുകടി എന്നാണ്. ഞാനൊരു ക്യാപ്റ്റനാണ്, ഞാനിത് ചെയ്യില്ല എന്ന് പറയുന്നൊരു അധികാര ഭാവമാണ് മസ്താനി പ്രകടിപ്പിച്ചത്. പ്രോപ്പറായിട്ട് സ്വന്തം ജോലിയും ചെയ്യില്ല, ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് കൊടുക്കില്ല, ഫാമിലിയെ വലിച്ചഴച്ച് ഒരു ക്വാളിറ്റിയും ഇല്ലാതെ വളരെ ചീപ്പായി സംസാരിക്കുന്ന ആളാണ് മസ്താനി എന്നുള്ളത് ബിന്നി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോഴാണ് ഈ മസ്താനിക്ക് വേണ്ടി വാദിക്കാനാണല്ലോ ലക്ഷ്മി അവിടെ എണീറ്റ് നിന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ലാലേട്ടൻ പറയുന്നുണ്ട് ലക്ഷ്മി ഇരുന്നോളൂ, ഈ ടീമിലുള്ള ആളല്ലല്ലോ എന്ന്. അപ്പോൾ ഒനിയിൽ ഈ വൈൽഡ് കാർഡ് എൻട്രീസിനെ മൊത്തത്തിൽ കണക്ട് ചെയ്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവർ ഞങ്ങൾ എന്നൊക്കെ ഡിവൈഡ് ചെയ്താണ് എപ്പോഴും സംസാരിക്കുക. ഇവരുടെ റൂൾസ്, അവരുടെ റൂൾസ് എന്നൊക്കെ സംസാരിക്കുന്നു. ഇവർ വൈൽഡ് കാർഡ് എൻട്രീസ് ആണ്. അവരുടെ വൈൽഡ് കാർഡ് എൻട്രീസ് എന്ന് പറയുന്ന ആ ഒരു ബഫർ ടൈം കഴിഞ്ഞു. അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക ലാലേട്ട എന്നാണ് ഒനിയിൽ പറയുന്നത്. അല്ല, അതിനകത്തിരുന്ന് ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഒനിയിലിന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവിടെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതെന്നും ഒനിയിൽ വ്യക്തമാക്കുന്നു. എൻ്റെ ഒനിയിലെ നിങ്ങളിങ്ങനെ കാര്യമുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് ആ ഒരു നല്ല ക്യാപ്റ്റൻസി മികവൊക്കെ പുറത്തെടുത്ത് കിട്ടുന്ന ടാസ്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും മനുഷ്യ എന്നാണ് ചോദിക്കാൻ തോന്നുന്നത്. അതിനിടയിലാണ് ഈ ഒരു ഗ്രൂപ്പിസം, അവർ ഞങ്ങൾ എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് ഉണ്ടാവുന്നു എന്നുള്ള കാര്യത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മസ്താനി പറയുന്നത് ലക്ഷ്മി ഈ അക്ബറും ഗ്രൂപ്പും ഒക്കെ ഇരിക്കുന്നിടത്ത് പോയി ഇരുന്നതാണ്, അപ്പം തന്നെ എല്ലാവരും എണീറ്റ് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അക്ബറിന് സ്വാഭാവികമായും നേരത്തെ അക്ബറിൻ്റെ കൂടെ ഇരിക്കാൻ അറപ്പാണ് എന്ന് പറഞ്ഞ ആളാണല്ലോ ലക്ഷ്മി അറപ്പാണെന്ന് പറഞ്ഞില്ലേ എന്ന് അക്ബർ എണീറ്റ് നിന്ന് തിരിച്ചു ചോദിക്കുന്നു. ലാലേട്ടൻ സാബുമോനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ അങ്ങനെ ഒരു വേർതിരിവുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? പാവ സാബുമോൻ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഈ വറുത്തുകോരൽ പരിപാടികളൊക്കെ കഴിയുമ്പോൾ ഏകദേശമൊക്കെ ആളുകൾക്ക് കൃത്യമായി മനസ്സിലാവേണ്ടതാണ് ആരാണ് അവിടെ ഗ്രൂപ്പ് കളിക്കുന്നതെന്നും ആരാണ് അവിടെ ഏറ്റവും മോശമായ സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്നതെന്നും. ആദ്യ ദിവസങ്ങളിൽ ഇയാൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇയാൾ നല്ലൊരു എൻ്റർടൈനറാണ് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ആയ സമയത്ത് ആദ്യ ദിവസങ്ങളിൽ എന്തൊരു സ്ട്രോങ്ങും മച്ചാനാണ് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു നെവിനാണ്. പക്ഷേ ഇപ്പോൾ പറയട്ടെ, പുള്ളിയുടെ ഇതുവരെയുള്ള ഗെയിം മുഴുവൻ വിലയിരുത്തി കഴിഞ്ഞാൽ അയാളുടെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ കടന്നു പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ലാലേട്ടൻ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അയാൾ കൊടുക്കുന്ന എക്സ്പ്രഷൻ, അയാളെക്കുറിച്ച് പരാതി പറയുന്ന സമയത്ത് അയാൾ കൊടുക്കുന്ന ഒരു പുച്ഛഭാവം ഒക്കെ ഉണ്ട്. അതിന് ആദ്യം നമുക്കൊരു ക്യൂട്ട്നെസ് കാണിക്കൽ ലെവലിൽ പുള്ളി തന്നെ പറയുന്നത് പോലെയൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ സംസാരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ബാക്കിയുള്ളവർ ഉറങ്ങാതെ നോക്കേണ്ട ആൾ സ്റ്റോർ റൂമിൽ വരെ പോയിരുന്നു ഉറങ്ങുന്നു എന്ന് പറയുമ്പോൾ അയാൾ ലാലേട്ടനോട് ന്യായീകരിക്കുന്നത് ഉറക്കം വന്നാൽ അത് നമ്മളെയും കൊണ്ടേ പോകുള്ളൂ എന്ന്. അത് ഉറങ്ങി തന്നെ തീർക്കണം ലാലേട്ട എന്ന് പറയുമ്പോൾ മോനെ അത് ഇവിടെയല്ല വീട്ടിൽ പോയിട്ട് എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഇറങ്ങിപ്പോയതാണല്ലോ, അപ്പോഴേ ഇവനെയൊക്കെ കയറ്റി വിടേണ്ടതായിരുന്നു എന്ന് ചിലപ്പോൾ ലാലേട്ടന് തോന്നിക്കാണും ഈ മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അത് വീട്ടിൽ പോയിട്ടാണ് ഉറങ്ങേണ്ടത്, ഇവിടെ അതിന് നമ്മൾ സമ്മതിക്കില്ല എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. നെവിനെ എണീപ്പിച്ച് നിർത്തുമ്പോൾ തന്നെ ലാലേട്ടൻ ചോദിക്കുന്നത് അല്ലേ ഇത് എന്ത് കഴിപ്പാണിതെന്ന് ചോദിക്കുന്നതിൻ്റെ കൂടെ ഇല്ലേ ഇവിടെ ക്യാപ്റ്റൻ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അവിടെ തന്നെ പുള്ളിക്ക് ചോദിക്കാനുള്ള എല്ലാം പുള്ളി ചോദിച്ചിട്ടുണ്ട്. അനീഷാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നെവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് വളരെ മോശം ക്യാപ്റ്റൻസി ആയിരുന്നു. റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിലായുള്ള ഒരു പരാജയമായിരുന്നു. ഡിസിഷൻസ് എടുക്കാതിരിക്കുക, ഒഴിഞ്ഞു മാറുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നു. കഴിഞ്ഞ ആഴ്ച നെവിനോടൊപ്പം വളരെ ക്ലോസ് ആയി മാറിയിട്ടുള്ള അനുമോൾ അടക്കം പറയുന്നുണ്ട് ഉറക്കമാണ് മെയിൻ. ബിഗ് ബോസ് വിളിച്ചാൽ പോലും ഏറ്റവും ലേറ്റ് ആയിട്ട് വരുന്നത് ഇദ്ദേഹമാണ് എന്നുള്ള കാര്യമാണ്. ആ സമയത്തൊക്കെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെവിൻ്റെ ഒരു റെസ്പോൺസ് എന്താണ് എന്നുള്ളതാണ്. അതായത് ഒരാൾ ഒരുപാട് ഫണ്ണി ആയിട്ട് പെരുമാറുന്നത്, എല്ലാവരും ചിരിപ്പിക്കാനും എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പെരുമാറുന്നത്, അതൊക്കെ നല്ല കാര്യമാണ്. ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കഴിവ് തന്നെയാണ്. പക്ഷേ എപ്പോഴും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. നമ്മൾ സീരിയസ് ആവേണ്ട ചില സമയങ്ങളില്ലേ, ആ സമയത്ത് സീരിയസ് ആവാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനിടയ്ക്ക് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻസി നന്നായിരുന്നു എന്നുള്ള അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ എന്ന്. ഒബ്വിയസ്ലി നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വൈൽഡ് കാർഡ് എൻട്രീസിൽ ചിലരൊക്കെ ലക്ഷ്മിയും മസ്താനിയും ഒക്കെ കൈപൊക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ക്യാപ്റ്റൻസി ആണെന്ന് പറഞ്ഞ്. ലക്ഷ്മി പറഞ്ഞത് ഫുഡ് എല്ലാവർക്കും എത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കിയ ക്യാപ്റ്റനാണ് എന്നുള്ളതാണ്. അത് നമുക്ക് അനുമോളുടെ ദോശ വഴക്കും സാമ്പാർ ഉണ്ടാക്കി കൊടുത്ത ലക്ഷ്മിയുടെ ആ ഒരു കൈപുണ്യവും അതൊക്കെ കാണുമ്പോൾ ഏകദേശം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ പാർഷ്യാലിറ്റി കാണിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് ലക്ഷ്മി കണ്ടെത്തുന്ന വലിയൊരു പോസിറ്റീവ്. പക്ഷേ അക്ബർ അത് സമ്മതിക്കുന്നേ ഇല്ല. പാർഷ്യാലിറ്റിയുടെ നിറകുടമായിരുന്നു നെവിൻ എന്നുള്ളത് പിന്നീട് പറയുന്നുണ്ട്. ഞങ്ങളോട് മിണ്ടിയത് കൊണ്ട്, ഞങ്ങളോട് ഒരു അടുപ്പം കാണിച്ചതുകൊണ്ട് നെവിനെ ബാക്കിയുള്ളവർ മാറ്റി നിർത്തി എന്നുള്ളതാണ് ലക്ഷ്മി പറയുന്നത്. അപ്പോൾ അക്ബർ എണീറ്റ് നിന്ന് വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് പറയുന്നത് ഇവിടുത്തെ ഗ്രൂപ്പ് പൊട്ടിക്കാൻ വേണ്ടി വന്നിട്ട് അവിടെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഒരു ഗ്രൂപ്പ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് അക്ബർ ആദ്യം പറയുന്നു. ലക്ഷ്മി ഫുൾ ടൈം മസ്താനിയുടെ കൂടെയാണ്, കുളിക്കാൻ പോകുമ്പോൾ മാത്രമാണ് അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നത്. നെവിൻ ആണെങ്കിൽ ഇപ്പോൾ അനുമോളുമായിട്ട് കമ്പനിയാണ്. ഈ ആര്യൻ ലക്ഷ്മി ബാത്റൂമിൽ
തുണി ഇട്ടതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം വന്ന സമയത്ത് അനുമോളുമായിട്ട് നെവിൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എടാ അവിടെ ഒരു പ്രശ്നമുണ്ട്, നീ ഒന്ന് വന്നേന്ന് പറഞ്ഞ് അക്ബർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് തലപൊക്കി നോക്കി കുറച്ചും കൂടി മൂക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അലസമായി ഇരിക്കുകയാണ് നെവിൻ ചെയ്തതെന്നുള്ളതാണ് അക്ബർ പറയുന്നത്. അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുമ്പോഴും നെവിൻ്റെ ഭാഗത്തുനിന്ന് പുച്ഛം മാത്രമാണ്. മാത്രമല്ല പണിപ്പുര ടാസ്ക് വന്ന സമയത്തും നെവിൻ പ്രത്യേകിച്ച് രണ്ടാമത്തെ റൗണ്ടിലേക്ക് വരുമ്പോൾ നെവിൻ വളരെ ക്ലിയർ ആയിട്ട് വൈൽഡ് കാർഡ് എൻട്രീസിന്റെ സൈഡിലാണ് നിന്നത് എന്നുള്ള കാര്യവും അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ ഇതിനു മുമ്പ് ഹിറ്റായിട്ടുള്ള പുള്ളിയോട് ഡയലോഗ് അടിക്കാനുള്ള ഒരു ശ്രമമുണ്ട്. ദേ അക്ബറിനുള്ള മറുപടി അവിടെ ബിഗ് ബോസ് എഴുതി വെച്ചിട്ടുണ്ട്, കാണുന്നവൻ്റെ കണ്ണിലാണ് കുരു എന്നുള്ളതാണ്. പക്ഷേ ഒരാളും അത് മൈൻഡ് ചെയ്തില്ല കേട്ടോ. നെവിനെ ലാലേട്ടൻ തന്നെ അവിടെ പിടിച്ചിരുത്തി. ശൈത്യം പറയുന്നുണ്ട് വെസൽ ടീമിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് ക്യാപ്റ്റൻ ഒരു മൈൻഡും ഇല്ലാതെ കടന്നു, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു ക്യാപ്റ്റൻ ആയിരുന്നു എന്ന്. ബിന്നി പറയുന്നത് ക്യാപ്റ്റൻസി ഈ വൈൽഡ് കാർഡ് എൻട്രീസ് വന്നതിന് ശേഷം വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പണിപ്പുര ടാസ്ക് മുതൽ അത് ബിന്നി നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല പണിപ്പുര ടാസ്കിൽ ഇവരുടെ കണ്ണ് കെട്ടിയിട്ടുള്ള പരിപാടിയൊക്കെ വന്ന സമയത്തും നെവിൻ ഒരു എഫേർട്ടും ഇട്ടിട്ടില്ല എന്ന് പറയുന്ന കാര്യവും ബിന്നി ചൂണ്ടിക്കാണിച്ചു. പൊതുവെ കുഴപ്പമില്ലെങ്കിലും അങ്ങോട്ടേക്കൊരു ചായവുണ്ട് എന്നുള്ളതാണ് ബിന്നി പറയുന്ന കുറ്റം. അത് കഴിയുമ്പോഴാണ് പരാതി പെട്ടിയിൽ ഏറ്റവും കൂടുതൽ പരാതി കിട്ടിയത് ആരെക്കുറിച്ചാണ് എന്നറിയാമോ എന്നുള്ള ലാലേട്ടൻ്റെ ചോദ്യത്തിന് അത് അക്ബറിനെ കുറിച്ചാണെന്ന് പറഞ്ഞ് നെവിൻ ചാടി എണീക്കുന്നതും നിങ്ങൾക്ക് ഈ ടീമിൽ ആരെയും മനസ്സിലായിട്ടില്ല എന്ന് ലാലേട്ടൻ വ്യക്തമാക്കി കൊടുക്കുന്നതും. നെവിൻ ആക്ച്വലി ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയാണെങ്കിൽ നെവിൻ എല്ലായിടത്തും എത്താൻ പറ്റുമായിരുന്നു. എല്ലാവരുടെയും ഇടയിൽ അയാൾ കാണിക്കുന്നതിനെ ആളുകൾ ആ ഒരു സെൻസിൽ എടുക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും നേരെ വൈൽഡ് കാർഡ് എൻട്രീസിലേക്ക് ഒരു ചായ്വ് സംഭവിച്ചിട്ടുണ്ട്. അതിനിടയിൽ പുള്ളിയുടെ ഒരു വാല്യൂ വല്ലാതെ ഇടിഞ്ഞു പോകുന്നു എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജിസൈലിനെയും അനുമോളെയും ഒക്കെ അനുകരിച്ചുകൊണ്ട് മസ്താനിക്കൊപ്പം ഒരു ഇൻ്റർവ്യൂ പരിപാടിയൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയി തീരുമാനമെടുക്കാൻ പറ്റുന്ന, അവിടെ പല കാര്യങ്ങളിലും മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന, ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയ ശബ്ദമായി ഒരാൾക്ക് മാറാൻ പറ്റുന്ന ഒരു സ്പേസാണ്. അതൊരു വലിയ അവസരമാണ്. പക്ഷേ ഇവരിതിനെ നോക്കിക്കാണുന്നത് കുറച്ച് ഗ്രൂപ്പിസവും ഫേവറിസവും അതുപോലെ തന്നെ ഒരു ഇറസ്പോൺസിബിളായിട്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ എന്തോ കിട്ടും, ഇങ്ങനെയൊക്കെ ഇരിക്കാനുള്ളൊരു സ്പേസാണിത് എന്ന് പറയുന്നൊരു ചിന്തയാണ്. അത് മാറിയിട്ടില്ലെങ്കിൽ, എസ്പെഷ്യലി കഴിഞ്ഞ ആഴ്ചയൊക്കെ ലാലേട്ടൻ വന്നിട്ട് പറയുക വരെ ചെയ്തു ക്യാപ്റ്റൻ പറഞ്ഞാൽ അനുസരിക്കണം, ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പൊസിഷനാണ്, അതിനെ എല്ലാവരും ബഹുമാനിക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ചിട്ട് പോയിട്ടും നെവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഉദാസീനമായ നിലപാടും അതുപോലെ ഒരു സൈഡ് വലിവുമൊക്കെ വളരെ മോശമായിപ്പോയി. അനുമോളാണ് ഇന്നത്തെ ദിവസം മോഹൻലാലിനേക്കാൾ വലിയ താരമാണ് ഞാൻ. എനിക്ക് ഫേവറബിളായിട്ടുള്ള രീതിയിൽ മോഹൻലാൽ പെരുമാറിയിട്ടില്ലെങ്കിൽ ഞാൻ അയാളുടെ മുഖത്ത് നോക്കുന്നില്ല, എനിക്ക് അങ്ങനെ മുഖത്ത് നോക്കേണ്ട ഒരാവശ്യമില്ല, ഞാനുള്ളതുകൊണ്ടാണ് ഈ ബിഗ് ബോസ് ഇങ്ങനെ നിന്ന് പോകുന്നത് എന്ന ആറ്റിറ്റ്യൂഡുമായിട്ട് അവിടെ അള്ളി പിടിച്ചിരിക്കുന്നത് വളരെ മോശമായിരുന്നു. അവിടെ ഒരു ഹോസ്റ്റ് വന്ന് പെരുമാറുന്നത്, സംസാരിക്കുന്നത്, അത് എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ബിഗ് ബോസിന് എന്തിനാണ് ആഴ്ചയ്ക്ക് വരാനൊരു ഹോസ്റ്റിൻ്റെ ആവശ്യം? എല്ലാവരും അങ്ങോട്ട് ഇറക്കി വിടുക, എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, പരസ്പരം ചെളി വാരി തേക്കുക, അതുപോലെ തെറി വിളിക്കുക, പേഴ്സണൽ കാര്യങ്ങൾ പറയുക, തമ്മിൽ തല്ലുക, അങ്ങോട്ടും ഇങ്ങോട്ടും, എന്നാൽ പോലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വിട്ടാൽ പോരെ. അങ്ങനെയല്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ്. ആ ഗെയിമിനകത്ത് പല സ്ട്രാറ്റജികൾ ആളുകൾ എടുക്കും. എല്ലാവരും അവരുടെ വീടും കുടുംബവും അതുപോലെ കയ്യിൽ എന്നും കൊണ്ടു നടക്കുന്ന മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി അവിടെ വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ചില ആളുകൾക്ക് ചില സമയത്ത് കയ്യിൽ നിന്ന് പോയി എന്ന് വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു വീക്കെൻഡിൽ ആളുകളേക്കൊന്ന് ചിയറപ്പ് ചെയ്ത് അടുത്ത ആഴ്ചത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഈ വീക്കെൻഡിൽ നടക്കുന്നത്. അത് ചെയ്യാൻ അത്രയും കാലിബറുള്ള ഒരാൾ വേണം, ഇത്രയും ആളുകളുടെ ബഹുമാനം പിടിച്ചു പറ്റാൻ കഴിയുന്ന ഒരാൾ വേണം. പ്രേക്ഷകരുടെ ശബ്ദമായി മാറാനും അവിടെ ബിഗ് ബോസിലുള്ള മറ്റ് സ്റ്റാഫിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ അവരുടെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരുടെ ഒക്കെ എഫേർട്ടിൻ്റെ ഒരു റിഫ്ലക്ഷനും ഒക്കെ ആയിട്ടാണ് അവിടെ മോഹൻലാൽ വന്ന് നിൽക്കുന്നത്. ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് കാര്യം ഡീൽ ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ ഇറങ്ങി പോകണം മിസ്റ്റർ എന്നേ അതിൽ പറയാനുള്ളൂ. എന്നിട്ടും അവിടെ ഒരു ഉളുപ്പില്ലാതെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അതൊരു പിടിച്ചു നിൽപ്പ് പോലും അല്ല. അനുമോൾ ഉറങ്ങുവാണോ എന്ന് ലാലേട്ടൻ ഒരു പ്രാവശ്യം ചോദിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അനുമോളെ വിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും ഞാനിവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ട്, ഇവിടെ അല്ലേ എന്നുള്ള ചോദ്യമൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്തും ആ ആറ്റിറ്റ്യൂഡ് വിടാതെ നിന്നിട്ട് അനുമോൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത സ്പേസ് ശൈത്യയുടെ എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മോശം അഭിനയം ഞാൻ അവിടെ വെച്ച് കണ്ടു. എന്ത് സാഹചര്യം വന്നാലും എനിക്ക് വേണ്ടി ഞാൻ മറ്റൊരാളെ മാനിപ്പുലേറ്റ് ചെയ്യും എന്ന് പറയുന്ന ഒരു വാശിയും അവിടെ കണ്ടു. ഇത്തവണത്തെ ആ എവിക്ഷൻ പരിപാടി തന്നെ നിങ്ങൾ നോക്കൂ. ആര്യനും ജിസയിലും എണീറ്റ് വെക്കുന്നു, അനുമോളും ശൈത്യയും എണീറ്റ് വെക്കുന്നു. ലാലേട്ടൻ തന്നെ പറഞ്ഞത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള 2 പേരും ഇപ്പോൾ സുഹൃത്തുക്കളല്ലാത്ത 2 പേരും എന്നുള്ളതാണ്. അവരെ 4 പേരെയും ഈ 2 ടീമുകളായിട്ടാണ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ.
നിങ്ങളിൽ ഒരാൾ ഔട്ടാവും എന്ന് പറയുന്നൊരു സാഹചര്യം വന്നാൽ മറ്റേ ആളോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്, അയാളെ നിങ്ങൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, നിങ്ങൾ ഔട്ടാവുകയാണെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന ഉപദേശവും അയാൾ ഔട്ടാവുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ നിങ്ങളിൽ ഒരാൾ ബിഗ് ബോസ് ഹൗസിൽ ഇനി കുറേ ദിവസങ്ങൾ നിൽക്കുമായിരിക്കും, മറ്റേ ആളിപ്പോൾ ഔട്ടായി പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരാളോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ഒരു വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും മാന്യമായി പറയുക. ഇനി ഇങ്ങോട്ടൊരാൾക്ക് അപ്പോളജൈസ് ചെയ്യണം തോന്നുകയാണെങ്കിൽ അതിനുള്ള അവസരം കൊടുക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. ആ സമയത്ത് ആര്യനും ജിസയിലും കയറിയ ശേഷം രണ്ടുപേരും സംസാരിക്കുന്നത്. അവിടെ എനിക്ക് പറയാനുള്ളത് ആര്യനും ജിസയിലും തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് പോട്ടെ, ശൈത്യയെ പോലെ ഒരു ഫ്രണ്ടിനെ അനുമോൾ എപ്പോഴെങ്കിലും അർഹിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം തോന്നുന്നുണ്ടായിരുന്നു. ആര്യനും ജിസയിലും പരസ്പരം സംസാരിച്ചത് ഞാൻ ഔട്ടായി പോയാൽ നീ എങ്ങനെ കളിക്കണമെന്ന് ജിസയിൽ ആര്യനോട് പറയുകയും ആര്യൻ എങ്ങനെ കളിക്കണമെന്നുള്ളത് ജിസയിലിനോട് പറയുകയും ചെയ്യുകയാണ്. ജിസയിൽ പറയുന്നത് നീ നിൻ്റെ ദേഷ്യം കുറയ്ക്കണം, കൺട്രോൾ ചെയ്യണം, നന്നായിട്ട് നിന്ന് കളിക്കണം. ആര്യൻ നമ്മൾ തമ്മിലുള്ള സൗഹൃദം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടുള്ള ആളുകളല്ലേ, പുറത്തിറങ്ങിയാലും നമുക്ക് ഈ സൗഹൃദം ഉണ്ടാവില്ലേ? അവരപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അവരുടെ സൗഹൃദമാണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അപ്പുറത്തുള്ള ആൾ അവസരം കിട്ടിയാൽ കൂടുതൽ നന്നായി കളിക്കണം എന്ന് പറയുന്നൊരു ഓൾ ദ ബെസ്റ്റ് പറയുക, അല്ലെങ്കിൽ അവരെ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യമാണ് അവർ സംസാരിക്കുന്നത്. ഇനി നേരെ അനുമോളും ശൈത്യയും കൂടി ആ മുറിക്കകത്ത് കയറി ചെല്ലുമ്പോൾ ആ പാവം ശൈത്യയ്ക്ക് ഒന്ന് മനസമാധാനമായി സോറി പറഞ്ഞിട്ട് പോകാനുള്ള സമയം പോലും അനുമോൾ കൊടുത്തിട്ടില്ല. ആ സമയത്ത് പോലും അനുമോൾ എങ്ങനെ ശൈത്യയെ മാനിപ്പുലേറ്റ് ചെയ്യാം, ശൈത്യ ഔട്ടാവുന്നുള്ള അത് 100% അനുമോൾക്കറിയാം. ഇതിൽ ഏറ്റവും രസം ശൈത്യയാണ് ഔട്ടാവാൻ പോകുന്നതെന്ന് വേറെ ആരെക്കാളും ഉറപ്പുള്ള ആളാണ് അനുമോൾ ശൈത്യയെ എടുത്തിട്ട് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു പ്രേക്ഷകർക്ക്. ശൈത്യ ഇപ്പോൾ മാറി നടക്കുന്നത് കണ്ടില്ലേ, അവക്ക് പോയി എന്ന് അനുമോൾ നൂറയോട് പറയുമ്പോൾ അനുമോൾക്ക് അറിയാം ശൈത്യയുടെ വോട്ടിടിയും തൻ്റെ അടുത്തുനിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ. കാരണം അനുമോൾ തന്നെ ശൈത്യയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൾ കട്ടപ്പയാണ്, പിന്നീന്ന് കുത്തി, എൻ്റെ എക്സ് റിലേഷൻഷിപ്പ് പറഞ്ഞു നടന്ന അവളാണ്. ഇത് മുഴുവൻ ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ്. അനുമോൾ ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ കുറ്റങ്ങൾ പറയുന്നുണ്ടോ ഇത് മുഴുവൻ അനുമോൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അനുമോളുടെ അതേ മാനസികാവസ്ഥയിലുള്ള ഒരു വലിയ സെറ്റ് ഓഫ് ഓഡിയൻസ് പുറത്തുണ്ട്. അവരുടെ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുത്തിക്കുക എന്ന് പറയുന്നൊരു മാനിപ്പുലേഷനാണ് അനുമോൾ അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ഗെയിം കളിച്ച് കൂടുതൽ ജനപ്രീതി ഉണ്ടാക്കി ജയിക്കുക എന്ന് പറയുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഒരനക്കവും അനുമോളുടെ ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്നില്ല. കഴിഞ്ഞു പോകുന്ന ഒരാഴ്ച മുഴുവൻ ഓരോ തവണയും ശൈത്യയെ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശൈത്യയെ കുറ്റപ്പെടുത്തുന്നു, ട്രിഗർ ചെയ്യുന്നു, അങ്ങനെ ശൈത്യയുടെ ഇമേജ് തകർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ശൈത്യ കഴിഞ്ഞ ഒരാഴ്ച അവരുടെ ഏറ്റവും മികച്ച ഗെയിം പുറത്തെടുക്കാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ശൈത്യ തന്നെ പറഞ്ഞതുപോലെ അനുമോളുടെ തണലിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴാണ് താൻ എത്രത്തോളം ഒതുങ്ങിപ്പോയതെന്നുള്ളത് ശൈത്യയ്ക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയൊക്കെ ഉറപ്പുണ്ടായിരുന്ന അനുമോൾ ശൈത്യയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. ശൈത്യ അപ്പോളജൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇല്ല കുട്ടാ എന്ന് പറഞ്ഞിട്ട് അനുമോൾ അങ്ങ് ആശ്വസിപ്പിക്കുകയാണ്. എന്തിനാണ്? അപ്പോളജൈസ് ചെയ്യാൻ പാടില്ല. കാരണം ഈ കരച്ചിൽ എന്ന് പറയുന്നത് അനുമോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണല്ലോ. ശൈത്യ ആദ്യമേ തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ഇമോഷണൽ ആവുകയും, എനിക്കൊന്ന് ശൈത്യ പ്രിപ്പയർഡ് ആയിരുന്നു ഔട്ടായി പോവുകയാണെങ്കിൽ അങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ശൈത്യക്ക് ഉറപ്പുണ്ട്. അപ്പോൾ പോകുന്നതിന് മുമ്പ് മാപ്പ് പറയാം. അവരുടെ ഉള്ളിൽ എവിടെയൊക്കെയോ നല്ല കുറേ സൗഹൃദത്തിൻ്റെ എലമെൻറ്റുകൾ ഉണ്ടല്ലോ, അത് ഒന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു അത്. ആ സമയത്ത് അനുമോൾ സംസാരിക്കുന്നത് ഈ വൈൽഡ് കാർഡ് എൻട്രീസിനെയൊക്കെ കൂടെ നിർത്തുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് പറയുന്ന ഒരു ന്യായീകരണമാണ്. കാരണം അനുമോൾക്ക് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളൊക്കെ അവിടെ നിൽക്കാൻ പറ്റും. അപ്പോൾ പ്രേക്ഷകർ എന്തായാലും കൺഫെഷൻ റൂമിലുള്ള കാര്യം കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ വൈൽഡ് കാർഡ്സിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് നാട്ടുകാരെ ഒന്ന് അറിയിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഔട്ടാകാൻ പോകുന്ന തൻ്റെ സുഹൃത്തായി നിഴലായി അത്രയും നാളെങ്കിലും കുറച്ച് നാൾ കൂടെ നിന്നിട്ടുള്ള ഒരാൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുക എന്നുള്ളതല്ല. ശൈത്യ ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് അവർ നേരിടുന്ന ഓരോ സൈബർ അറ്റാക്കിനും ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് അനുമോളുടെ ഗെയിം പ്ലേ ആണ്. അപ്പാൻ ചെറുത് പുറത്ത് ഇത്രയും സൈബർ ബുള്ളിങ് ഏറ്റെടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നത് അനുമോളുടെ ഗെയിം കൊണ്ട് കൂടിയാണ്. ബിൻസി എന്ത് തരത്തിലുള്ള സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ബിക്കോസ് ഓഫ് അനുമോൾ. ആ ആള് കൺഫെഷൻ റൂമിൽ വെച്ച് തന്നെ ന്യായീകരിച്ച് അപ്പോളജൈസ് ചെയ്യാനുള്ള ശൈത്യയുടെ അവസരം കൂടി അപഹരിച്ചതിന് ശേഷം ഈ കൺഫെഷൻ റൂമിന് പുറത്തിറങ്ങിയതിന് ശേഷം പറയുന്നത് ആദിലയും നൂറയും ഒന്നും എന്നെ ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല, അവർക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുക എന്നുള്ളതാണ്. ഇതെന്തിനാണ് നിങ്ങൾ ഔട്ടാവുമെന്ന് ഉറപ്പുള്ള ശൈത്യയോട് പറയുന്നത്? 5 പൈസയുടെ സ്നേഹമോ അടുപ്പമോ ശൈത്യയോടില്ല. പക്ഷേ ഈ കിട്ടിയ അവസരത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. എൻ്റെ പ്രേക്ഷകർ അവരാർക്കൊക്കെ വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ആരെയൊക്കെ ഇനി ആക്രമിക്കണം എന്ന് പറയുന്നൊരു ക്ലൂ പുറത്തേക്ക് ഇട്ട് കൊടുക്കണം എന്നുള്ളതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായി ഒരു സെൻറ്റൻസ് ശൈത്യയോട് പറഞ്ഞിരുന്നെങ്കിൽ എന്നെനിക്ക് കൊതി തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. ശൈത്യ അത് അർഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ശൈത്യയാണ് എവിക്റ്റഡ് ആയെന്ന് പറയുമ്പോൾ അനുമോളുടെ ഒരു ഗോഡ് ഉണ്ട്. അതൊരു വല്ലാത്ത ഗോഡായിരുന്നു. ആദ്യം ഔട്ടായി പോയ മുൻഷി രഞ്ജിത്തിൻ്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ച അനുമോളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെയ്യാത്ത കാര്യങ്ങൾക്ക് ഓരോരുത്തരെയും എണ്ണിപ്പെറുക്കി കുറ്റവാളികളാക്കി കാണിക്കുന്ന ആര്യൻ്റെയും ജിസേലിൻ്റെയും കാര്യം മാത്രം എടുത്തു നോക്കി. അവരെക്കുറിച്ച് കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു കാര്യം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീക്കെൻഡ് മുഴുവൻ ഇത്രയും അശ്ലീലമാക്കി മാറ്റിയ ഒരാളാണ് അനുമോൾ എന്ന് പറയുന്നത്. ശൈത്യ
അവരുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ച് ശൈത്യ മിണ്ടിയിട്ടില്ല. അത് ആര് പറഞ്ഞു എന്നുള്ളതും അനുമോൾക്ക് മനസ്സിലായി. അപ്പോഴും ശൈത്യയോട് അത് സംസാരിക്കുന്നില്ല. എന്നാൽ ശൈത്യയോട് ഇത്രയൊക്കെ തെറ്റിയതാണ്. പോണതിന് മുമ്പ് ശൈത്യയുടെ കാലൊന്ന് തൊട്ട് തൊഴാം എന്നുള്ള ചിന്തയൊന്നും അനുമോൾക്ക് ഉണ്ടായിട്ടില്ല. എന്താ സംഭവിക്കാൻ? ഇനിയിപ്പോൾ ഓൾറെഡി ഞാൻ കാല് വാരിയതാണല്ലോ, ഇനിയിപ്പോൾ കാല് തൊട്ട് തൊഴേണ്ട കാര്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ശൈത്യയെ ഗുഡ് ബൈ പറഞ്ഞയച്ചതിന് ശേഷം ലാലേട്ടൻ ഹൗസിലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം നല്ല ഭാഷ വേണം, ശ്രദ്ധിച്ച് കളിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളതാണ്. അടുത്ത ആഴ്ച വരാൻ പോകുന്ന ആഴ്ച സർക്കസും ഫാക്ടറിയും ഒക്കെ ആയിരിക്കും എന്നാണ് ലാലേട്ടൻ പറയുന്നത്. ആക്ച്വലി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കസാണ് ലാലേട്ട എന്നാണ് തിരിച്ചു പറയാനുള്ളത്. പക്ഷേ കോമാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാവുന്നു എന്നുള്ളതാണ് ആ സർക്കസിൻ്റെ പ്രത്യേകത. ഇനിയെങ്കിലും അതിലൊരു മാറ്റം വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ വീക്കെൻഡിൽ എടുത്തിട്ടുള്ള പല നിലപാടുകളും എടുത്തു നോക്കുമ്പോൾ കുറച്ച് ആളുകളെയൊക്കെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് എടുക്കേണ്ടുന്ന കൃത്യമായ നടപടികൾ എടുത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാം പോട്ടെ, ഈ ഒരു ദിവസത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ മമ്മൂക്കയുടെ പിറന്നാളാണെന്ന് പറഞ്ഞ് മമ്മൂക്കയുടെ ഫോട്ടോ ഒക്കെ പതിച്ചിട്ടുള്ള ഒരു ഷർട്ട് ഇട്ടിട്ടാണ് ലാലേട്ടൻ അവിടെ വന്ന് സംസാരിച്ചത്. ലാലേട്ടനും മമ്മൂക്കയ്ക്കും ഇടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ ആ കോമ്പറ്റീഷൻ എന്നുള്ള വാക്കിൻ്റെ കൂടെ നമ്മൾ ഒരു വേർഡും കൂടി ചേർത്ത് വെക്കും. ഹെൽത്തി കോമ്പറ്റീഷൻ എന്നാണ് അതിനെക്കുറിച്ച് പറയുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കിടയിൽ കോമ്പറ്റീഷനും വിജയങ്ങളും വിജയപരാജയങ്ങളും ഒക്കെ നമ്മൾ പ്രേക്ഷകരും ആരാധകരും ഒക്കെ പുറത്തിരുന്ന് ചർച്ച ചെയ്യും. അപ്പോൾ പോലും അവർക്കിടയിൽ ഒരു പരസ്പര ബഹുമാനമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞിട്ടോ ഏറ്റവും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് പരസ്പരം സംസാരിച്ചിട്ടോ അല്ല അവർ കോമ്പറ്റ് ചെയ്യുന്നത്. അത് അങ്ങനെ ആയതുകൊണ്ടാണ് ഈ ഇൻഡസ്ട്രിക്ക് അതൊരു ഗുണകരമായ കാര്യമായിട്ട് മാറുന്നത്. അങ്ങനെ അല്ലാതെ ഈ പരസ്പരം ചീത്ത വിളിച്ചും പുച്ഛിച്ചും ആക്രമിച്ചും അല്ലെങ്കിൽ കൊല്ലും തല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്? ആർക്കാണ് ഇവിടെ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നത്? അത് ആ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ഒരാൾക്കും മനസ്സിലാവുന്നില്ലേ എന്നുള്ളതാണ്. കുറച്ച് ആളുകൾക്ക് അത് മനസ്സിലാവുന്നുണ്ട്, അവരവരുടെ ഗെയിമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ പുറത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ആവുന്നത് ഏറ്റവും അൺഹെൽത്തി ആയി ഈ ഗെയിമിനെ നോക്കി കാണുന്ന ആളുകളാണ്. അവരോട് ലാലേട്ടൻ, മക്കളെ ഈ ഷർട്ട് ഞാൻ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നതിന് ഇങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. ഒരു പക്ഷേ ഈ ഷർട്ട് ഇടുമ്പോൾ മമ്മൂക്കയോടുള്ള സ്നേഹം എന്നുള്ളതിനപ്പുറത്തേക്ക്, ഇപ്പം മമ്മൂക്കയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കാനുള്ളതൊന്നുമല്ല. മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയിൽ ഏറ്റവും മോശം കണ്ടീഷനിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ സങ്കടം നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മനസ്സ് അത് നമ്മളെ കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല, ഏതൊരാൾ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ലാലേട്ടൻ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഈ മത്സരത്തിന് ഇപ്പുറം ഇവരൊക്കെ പുറത്തെത്തി കഴിയുമ്പോൾ സൗഹൃദത്തോടു കൂടി മുഖത്ത് നോക്കി ഒരു നല്ല ചിരി ചിരിക്കാൻ എത്ര പേർക്ക് പറ്റുമായിരിക്കും? ഇന്നും മമ്മൂക്ക സ്റ്റേജിൽ നിൽക്കുമ്പോൾ ലാലേട്ടൻ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ തിരിച്ചു അവർക്ക് ഉമ്മ. അതൊരു ഫ്രണ്ട്ഷിപ്പാണ്. പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു മത്സരമാണ്. അത് നമുക്ക് ഗുണമേ ചെയ്യുള്ളൂ. ആ മത്സരത്തിനാണ് ഇതുങ്ങളെയൊക്കെ പിടിച്ച് ആ വീട്ടിലിട്ടിരിക്കുന്നത്. പക്ഷേ ആർക്കെങ്കിലും ഇത് മനസ്സിലാവുന്നുണ്ടോ? എന്തായാലും ഒരു വലിയ പണി കിട്ടിയ ആൾക്ക് ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട്. അത് ഷാനവാസിനാണ്. ഷാനവാസ് ആദിലയോടിരുന്ന് പറയുന്നുണ്ട്, ലാലേട്ടൻ വന്ന സമയത്ത് എന്നെ അപ്പുറത്ത് ഇവരൊരു പണിയായിട്ട് തന്നാണെങ്കിലും അപ്പുറത്തെ മുറിയിലാക്കിയത് നന്നായി, അല്ലെങ്കിൽ ലാലേട്ടൻ എന്നെയും കൂടി എടുത്ത് വറുത്തേനെ, എല്ലാവരെയും വറുത്ത് കോരിയ കൂട്ടത്തിൽ. കാരണം ഷാനവാസിനറിയാം ഷാനവാസിൻ്റെ ഭാഗത്ത് ഇത്രയും മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന്. അത് പുള്ളി തിരുത്തുകയാണെങ്കിൽ നല്ലതായിരുന്നു. ലാലേട്ടൻ ഷാനവാസ് ഇല്ലാത്തപ്പോൾ പോലും ഷാനവാസിനെ അടക്കം പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മോശം ഭാഷ ഉപയോഗിക്കുന്ന കാര്യത്തിൽ. ഒന്ന് തിരുത്തി കഴിഞ്ഞാൽ ഷാനവാസ് നിങ്ങളൊരു നല്ല പ്ലെയറാണ്, പക്ഷേ എന്താ നിങ്ങൾക്ക് ശരിയാവാത്തത്? അതിനുശേഷം ആദിലയും നൂറയും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ഉണ്ട്. ആ കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാവുന്നത് നൂറയ്ക്ക് ഉണ്ടായ ഒരു ചേഞ്ചാണ്. നൂറ വളരെ കൃത്യമായി ഗെയിമിനെ ഒബ്സർവ് ചെയ്ത് ഇപ്പോൾ അനീഷിനെ കുറിച്ചാണ് സംസാരിച്ച് തുടങ്ങുന്നത്. അനീഷേട്ടൻ വളരെ സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഒരാളാണ്. അതിൻ്റെ കാരണം പുള്ളി ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി ഇൻഫ്ലുവൻസ്ഡ് ആവാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് പുള്ളിയിൽ ഞാൻ വളരെയധികം ഇൻസ്പയർ ചെയ്യുന്നൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ആദിലയോട് പറയാണ്. നമ്മൾ തെറി വിളിക്കാൻ പാടില്ല, മോശം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല, ബേബി അത് ഒരിക്കലും ചെയ്യരുത്, എത്ര ട്രിഗേർഡ് ആയാലും മോശം കാര്യം പറയരുത്, ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനാണ്, പുള്ളി പറയുന്നതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവേണ്ടതാണ്. ഇത് ചിന്തിക്കാനുള്ള ബുദ്ധിശക്തിയൊക്കെ അവിടെയുള്ള എല്ലാ ആളുകൾക്കും ഉണ്ട്. പക്ഷേ നൂറയ്ക്കിപ്പോൾ ഇത് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം അടുത്ത 3 ആഴ്ചത്തേക്ക് നൂറ സേഫാണ്. നൂറ മാത്രമല്ല, ഒരു വിധത്തിൽ ആദിലയും സേഫാണ്. കാര്യം നൂറയ്ക്കും ആദിലയ്ക്കും കിട്ടാനുള്ളൊരു വോട്ട് ബാങ്ക് ഇനി സ്പ്ലിറ്റായി പോവില്ല. കാര്യം നൂറ സേഫ് ആയതുകൊണ്ട് ആദിലയാണ് ഇനിയിപ്പോൾ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാലും ഉണ്ടാവുക. ആ സമയത്ത് ഇവരുടെ ഒരുമിച്ചുള്ള വോട്ട് ബാങ്ക് ആദിലയ്ക്ക് പോകും. അപ്പോൾ ആദില സേഫായി നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഗെയിം കളിച്ച് 3 ആഴ്ചത്തെ ഇമ്മ്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യന് റിലാക്സ് ആവുമ്പോഴാണ് നന്നായി ഒബ്സർവ് ചെയ്യാനും
വളരെ ക്ലാരിറ്റിയോടുകൂടി ചിന്തിക്കാനും പറ്റുക. അനീഷ് ഈ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉലാത്തുന്നുണ്ടല്ലോ, ആ സമയത്ത് അയാൾ റിലാക്സ് ആവാൻ ശ്രമിക്കുകയും ഗെയിമിനെയും ആളുകളെയും അനലൈസ് ചെയ്യാൻ ചെയ്യുകയൊക്കെ അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ നൂറ ഇപ്പോൾ വളരെ റിലാക്സ്ഡ് ആണ്. അടുത്ത 3 ആഴ്ചത്തേക്ക് ആദില സേഫാണ് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ വളരെ ക്ലാരിറ്റിയിൽ ചിന്തിക്കുകയും അതിൽ നിന്ന് തനിക്ക് കിട്ടിയിട്ടുള്ള ഇൻസൈറ്റ്സ് തനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായിട്ടുള്ള ആദിലയോട് ഷെയർ ചെയ്യുകയുമാണ് നൂറ ചെയ്യുന്നത്. അതുപോലെ എല്ലാവരും നന്നായി ഗെയിം കളിക്കുകയാണെങ്കിൽ ആക്ച്വലി ഈ ഗെയിം നല്ല രസമുള്ള കാര്യമാണ്. പക്ഷേ ഒരുപാട് ആളുകൾക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാവാനുണ്ട്. അക്ബറിന് സംഭവിച്ചതുപോലെ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ആൻഡ് എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ സൈബർ ബുള്ളിങ് ഇപ്പോൾ പുറത്തായിട്ടുള്ള ആളുകളോടും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടും ചെയ്യാതിരിക്കുക. അത്തരം പോസ്റ്റുകളും മീമുകളും ട്രോളുകളൊക്കെ നമ്മളും ഷെയർ ചെയ്ത് അതിൻ്റെ ഭാഗമാകാതിരിക്കുക എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.